warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin wa ashhadu an la ilaha illallah wahdahu la sharika lahu waliyus salihin wa ashhadu anna Muhammadan abduhu wa rasuluhu sayyidul anbiya'i wa khatamul mursalin wa ala alihi wa ashabihi wa man ihtada bihadihi wastanna bisunnatihi ila yaumiddin, amma ba'd. സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട വിഷയം തൊലബുൽ ഇൽം, മതപഠനം, തിരുത്തപ്പെടേണ്ട ചില ധാരണകൾ എന്നതാണ്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ ക്യാമ്പിൽ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ച മറ്റാളുകളെ പോലെ കൂടുതൽ കാലം തൊലബുൽ ഇൽം നടത്തിയിട്ടുള്ള ഒരാളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഈ വിഷയം പറയാൻ എൻ്റെ അർഹതയ്ക്ക് പരിമിതിയുണ്ട്. എന്തായിരുന്നാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ കഴിവിൽപ്പെട്ട പോലെ നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടായിരുന്ന, പലരുടെയും മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള ചില തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും മറന്നുപോയ ചില കാര്യങ്ങൾ ഇൽമുമായി ബന്ധപ്പെട്ടത് ആദ്യം എന്നെയും പിന്നെ നിങ്ങളെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും ഓർക്കേണ്ട കാര്യം, നമ്മൾ പഠിക്കുന്ന ഇൽമ് അതേത് രൂപത്തിലായിരുന്നാലും, ഒരു ദീനി സ്ഥാപനത്തിൽ പോയി ഔപചാരികമായി പഠിക്കുന്നതായാലും അതല്ല അനൗപചാരികമായ പള്ളികളിലും മറ്റുമുള്ള ദർസുകളിലൂടെ ആയിരുന്നാലും, ഏത് രൂപത്തിൽ നമ്മൾ ഇൽമ് പഠിക്കുകയാണെങ്കിലും, ഇനി ഒരു ജുമുഅ ഖുത്ബയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചിട്ടോ എങ്ങനെയായിരുന്നാലും അതിന് നമ്മുടെ മനസ്സിലൊരു നിയ്യത്തുണ്ടാകണം. നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന ഏതൊരു അമലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ അതിന് വേണ്ട ഒന്നാമത്തെ ഷർത്താണ് ഇഖ്ലാസ് എന്നുള്ളത്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇഖ്ലാസോടുകൂടി അമൽ ചെയ്യാനല്ലാതെ അവരോട് കൽപ്പിച്ചിട്ടില്ല, അഥവാ മനുഷ്യനോട് അല്ലാഹു കൽപ്പിച്ചിട്ടില്ല. മുഖ്ലിസീന ലഹുദ്ദീൻ, അദ്ദീൻ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണുള്ളത് ഖുർആനിൽ. ഒന്ന് അൽ അമൽ, രണ്ടാമത്തേത് അൽ ജസാ. അമല്, അതിനുള്ള പ്രതിഫലം. ഈ ആയത്തിൽ ഉദ്ദേശിച്ചത് അമലാണ്. അപ്പോൾ ദീനിന്റെ എന്തൊരു അമലായിരുന്നാലും അത് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക എന്നതാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിയ്യത്ത് നമ്മൾ പരിശോധിക്കണം. നിയ്യത്ത് എന്നുള്ളത് എല്ലാ അമലിലും ആവശ്യമാണ്. ഈ ആയത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന അമൽ ഏതായിരുന്നാലും അത് ഇബാദത്താണെങ്കിൽ അതിന് നിയ്യത്ത് വേണം, അല്ലെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. പക്ഷേ ഇൽമിന്റെ വിഷയത്തിൽ നിയ്യത്തിന് കുറച്ചുകൂടി പ്രാധാന്യമുണ്ട്. കാരണം ഇൽമ് എന്നുള്ളത് നിയ്യത്തിന്റെ ശത്രുവായ, ഇഖ്ലാസിന്റെ ശത്രുക്കളായ, ഇഖ്ലാസിനെ നശിപ്പിക്കുന്ന കാരണങ്ങളായ റിയാഉം സുമഅത്തും ഹുബ്ബു ദുഹൂർ, പ്രശസ്തിയോടുള്ള ആഗ്രഹം, ഇതൊക്കെ കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള ഒരു കാര്യമാണ് ഇൽമ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇൽമിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് നിയ്യത്ത് വേണമെന്ന് പറയാനുള്ള മറ്റൊരു കാരണം, മറ്റു ഇബാദത്തുകൾക്ക് പലതിനും ഇല്ലാത്ത ഒരു ആസ്വാദനം ഇൽമ് കൊണ്ടുണ്ടാകും. ഇൽമ് പല ആളുകൾക്കും ഒരു ഷഹ്വത്തായി മാറും. കാരണം സാധാരണ അംഗീകരിക്കപ്പെട്ട ഒരു സത്യമാണ്, മനുഷ്യൻ ശരീരം കൊണ്ട് അനുഭവിക്കുന്ന സുഖങ്ങളെക്കാൾ വലുതാണ് മനസ്സുകൊണ്ട് അനുഭവിക്കുന്ന സുഖങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാം, പ്രായമാകുന്നതിനനുസരിച്ച്, ബുദ്ധി കൂടുന്നതിനനുസരിച്ച് മനുഷ്യന്റെ ശാരീരികമായ ഷഹ്വത്തുകൾ കുറയുകയും എന്നാൽ അധികാരത്തോടുള്ള ആഗ്രഹം വർദ്ധിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ രാഷ്ട്രീയക്കാരെ നോക്കൂ, അതുകൊണ്ടാണ് ചെറുപ്പക്കാർ കൂടുതൽ രാഷ്ട്രീയത്തിലില്ലാത്തത്. ഒക്കെ തലനരച്ച ആളുകളാണ്. കാരണം എന്താണ്? അധികാരത്തിലൂടെ കിട്ടുന്ന ആസ്വാദനം അവർക്ക് കൂടുതലായിരിക്കും. അവർക്ക് ബുദ്ധി കൂടി വരുന്നതിനനുസരിച്ച് ശാരീരികമായ ആസ്വാദനങ്ങളോട് താല്പര്യം കുറയുകയും വായനയിലൂടെയും അതുപോലെ തന്നെ ഏത് രൂപത്തിലാണെങ്കിലും മാനസികമായി കിട്ടുന്ന ആസ്വാദനങ്ങൾക്ക് അതിൻ്റെ രുചി വർദ്ധിച്ചു വരും. അപ്പോൾ ഇൽമ് പഠിക്കുന്നത് നമുക്കൊരു ഷഹ്വത്തായി മാറാൻ പാടില്ല, ഷഹ്വത്ത് മാത്രമായി മാറാൻ പാടില്ല. ഇതൊക്കെ നിയ്യത്തിനെ കുറക്കുന്ന, നിയ്യത്തിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ
ത്വലബുൽ ഇൽമിനെ കുറിച്ച് പറയുമ്പോൾ നിയ്യത്തിന്റെ കാര്യം പ്രത്യേകം ഉണർത്തുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാരണം നമുക്കറിയാം, നരകത്തിൽ ആദ്യം പോകുന്ന 3 ആളുകളെ കുറിച്ചൊരു ഹദീസുണ്ട്. ദീൻ പഠിക്കുന്ന ഓരോരുത്തർക്കും വളരെ പേടി ഉണ്ടാക്കേണ്ട ഒരു ഹദീസാണത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു താബിഈ വന്നിട്ട് ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ഒരു ഹദീസ് താങ്കൾ പറഞ്ഞു തരണം എന്ന് താബിഈയായ ആ വിദ്യാർത്ഥി ആവശ്യപ്പെട്ടു. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രധാനപ്പെട്ട ഒരു ഹദീസ് തന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ഹദീസ് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ബോധം കെട്ട് വീണു. 3 പ്രാവശ്യം ബോധം കെട്ട് വീണ് എഴുന്നേറ്റതിന് ശേഷമാണ് അദ്ദേഹം ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യമായി നരകം കത്തിക്കപ്പെടുന്നത് 3 ആളുകളെ കൊണ്ടായിരിക്കും. അതിലൊരാൾ ഒരു ഖാരി ആയിരിക്കും, ഇൽമു പഠിച്ച ഒരു പണ്ഡിതനായിരിക്കും. അല്ലാഹു തആല അവനെ ഹിസാബ് നടത്തും. അവൻ പറയും, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ ഇൽമു പഠിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, കദബ്ത, നീ കളവാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നമാ ഖറഅത ലിയുഖാല ഖാരിഉൻ, ഒരു അറിവുള്ളവനാണ് എന്ന് പറയാൻ വേണ്ടിയാണ് നീ പഠിച്ചത് എന്ന് പറയുകയും അവനെ നരകത്തിലേക്ക് കൊണ്ടുപോയിടുകയും ചെയ്യും. ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, വആലിമുൻ ബിഇൽമിഹി ലം യഅമലൻ മുഅദ്ദബുൻ മിൻ ഖബ്ലി ഉബ്ബാദിൽ വസൻ, ബിംബാരാധകർക്ക് മുമ്പ് ശിക്ഷിക്കപ്പെടും അമലില്ലാത്ത ആലിം. ഇവിടെ അമലില്ലാത്ത ആലിം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇഖ്ലാസ് ഇല്ലാത്തവനാണ്. കാരണം ഇഖ്ലാസ് ഇല്ലാത്തവന്റെ അമലിന് മൂല്യമില്ല. അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ പറയപ്പെട്ട ആലിമാണ്. ആദ്യമായി അയാളെ നരകത്തിലേക്ക് വലിച്ചെറിയും. ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ ആലിമിനെ ആദ്യം നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്? ഇഖ്ലാസിന്റെ കുറവാണെങ്കിൽ, ഇഖ്ലാസ് ഇല്ലാതെ പലതും ചെയ്യുന്നില്ലേ മനുഷ്യർ? ഹജ്ജ് ചെയ്യുന്നില്ലേ? ഇഖ്ലാസ് ഇല്ലാതെ മറ്റ് പല അമലുകളും ആളുകൾ ചെയ്യുന്നില്ലേ? ഇഖ്ലാസ് ഇല്ലാതെ നല്ല സ്വഭാവം കാണിച്ച് അഭിനയിച്ച് ഒരു സൽസ്വഭാവിയാണെന്നുള്ള പേര് കിട്ടാൻ വേണ്ടി അഭിനയിച്ച് നടക്കുന്ന ആളുകളില്ലേ? അങ്ങനെ പലതുമില്ലേ? എന്തുകൊണ്ട് ഇൽമു പഠിച്ച ആൾ ആദ്യമായി ശിക്ഷിക്കപ്പെട്ടു? അത് വിശദീകരിച്ചുകൊണ്ട് ചില ഉലമാക്കൾ പറഞ്ഞത്, ഇൽമു എന്നുള്ളത് അള്ളാഹുവിന് അത്രയും വിലപ്പെട്ട സംഗതിയാണ്. ഒരാൾക്ക് ഒരു വസ്തുവിനോട് എത്ര സ്നേഹം കൂടുതലുണ്ടോ അതിനനുസരിച്ച് അതിനെ അപമാനിക്കുന്നത് അവൻ വെറുക്കും. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അന്യനായ ഒരാളെ ഉപദ്രവിച്ചു, അടിച്ചു എന്ന് വെക്കുക. അതേ അളവിലുള്ള ഒരു അടി സ്വന്തം ഉമ്മയെ അടിച്ചു, അല്ലെങ്കിൽ സ്വന്തം സഹോദരിയെ, അല്ലെങ്കിൽ സ്വന്തം ഉപ്പയെ അടിച്ചു, അതിന് രണ്ടിനെ നമ്മൾ ഒരുപോലെ കാണുകയില്ല. അതുപോലെ അല്ലാഹു തആല അങ്ങേയറ്റം ആദരിച്ചിട്ടുള്ളതാണ് ഇൽമെന്ന് പറയുന്നത്. ആ പവിത്രമായ ഇൽമിനെ ഇവൻ അപമാനിച്ചിരിക്കുകയാണ് റിയാഇന് വേണ്ടി ആ ഇൽമിനെ ഉപയോഗിക്കുക വഴി. അതുകൊണ്ടാണ് അവൻ ആദ്യമായി നരകത്തിലേക്ക് പോകാനുള്ള കാരണം എന്ന് ചില ഉലമാക്കൾ അഭിപ്രായപ്പെട്ടു. അതുകൊണ്ടൊക്കെ തന്നെ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇൽമു പഠിക്കുന്ന സമയത്ത് നിയ്യത്തിനെ കുറിച്ച് ചിന്തിക്കൽ വളരെ അനിവാര്യമാണ്. ഇഖ്ലാസ് ഇല്ലാത്ത ആളുകൾ ഇൽമു പഠിക്കുന്നത് അവർക്കതിലൊരു ഹുജ്ജത്തായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവർക്കതിലൊരു തെളിവാക്കി മാറ്റും. അവൻ പഠിച്ച ഇൽമ് പരലോകത്ത് അവനെതിരുള്ളൊരു തെളിവായിരിക്കും. സലഫു സ്വാലിഹ്യങ്ങളായ ഉലമാക്കളുടെ വാക്കുകളിൽ ത്വലബുൽ ഇൽമുമായി ബന്ധപ്പെട്ട നിയ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ചില വാക്കുകൾ ഞാൻ വായിക്കാം. ഇമാം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞു, മൻ ത്വലബൽ ഇൽമ ഇബ്തിഗാഅൽ ആഖിറഹ അദ്റകഹ, ആരാണോ ആഖിറത്തിന് വേണ്ടി ഇൽമു പഠിച്ചത് അവനത് കിട്ടും, ഇൽമു കിട്ടും. വമൻ ത്വലബൽ ഇൽമ ഇബ്തിഗാഅദ് ദുനിയ ഫഹുവ ഹദ്ദുഹു മിൻഹു, ആരാണോ ദുനിയാവിന് വേണ്ടി ഇൽമു പഠിച്ചത് അവൻ അതേ ഉണ്ടാവുകയുള്ളൂ. ദുനിയാവിന് വേണ്ടി ഇൽമു പഠിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടു. ദുനിയാവിൽപ്പെട്ടതാണ് സമ്പത്ത്, അതുപോലെ തന്നെ ഈ ലോകത്ത് കിട്ടുന്ന പ്രശസ്തി, അങ്ങനെയുള്ള മറ്റെന്ത് ലക്ഷ്യമാണെങ്കിലും ദുനിയാവിന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇൽമു പഠിക്കുന്നവനാണെങ്കിൽ അവൻ അതേ ഉണ്ടാവുകയുള്ളൂ, പരലോകത്ത് ഒന്നും ഉണ്ടാവുകയില്ല. എന്ന് മാത്രമല്ല, പരലോകത്ത് ശിക്ഷയാണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് ഇൽമിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമായിട്ട് റിയാഇനെ ആക്ഷേപിച്ചുകൊണ്ട് കുറെ ഹദീസുകളുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. എന്നാൽ ഇൽമിന്റെ വിഷയത്തിലുള്ള റിയാഇനെ കുറിച്ച് പ്രത്യേകം ആക്ഷേപിച്ചു പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, മൻ തഅല്ലമ ഇൽമൻ മിമ്മാ യുബ്തഗാ ബിഹി വജ്ഹുല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ആളുകൾ പഠിക്കുന്ന, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് പഠിക്കേണ്ടതായ ഒരു ഇൽമ് ഒരാൾ പഠിച്ചു, ലാ യതഅല്ലമുഹു ഇല്ലാ ലിയുസീബ ബിഹി അറദൻ മിനദ് ദുനിയ, ദുനിയാവിന്റെ ഒരു വിഭവം, പണമോ പ്രശസ്തിയോ എന്തുമാകട്ടെ, അതുമാത്രമാണ് അവന്റെ ലക്ഷ്യമെങ്കിൽ ലം യജിദ് അർഫൽ ജന്നതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ സ്വർഗം നേടുകയില്ലെന്ന് മാത്രമല്ല സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവന് അനുഭവിക്കാൻ സാധിക്കുകയില്ല. അപ്പോ സ്വർഗം തടയപ്പെടുന്ന ഒരു കാരണമാണ് റിയാഓടുകൂടി പ്രശസ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ പണത്തിന് വേണ്ടി മറ്റെന്തെങ്കിലും ഭൗതിക ലക്ഷ്യത്തിന് വേണ്ടി ഇൽമു പഠിക്കുക എന്നുള്ളത്.
ഇബ്നുൽ മുബാറക് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞ ഒരു അസറിൽ കാണാം, അവ്വലുൽ ഇൽമി അന്നിയ്യ, ഇൽമിന്റെ ഒന്നാമത്തെ പടി നിയ്യത്താണ്. പിന്നെ അൽ ഇസ്തിമാ, ഉലമാക്കളുടെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുക, പിന്നെ ഹിഫ്ള്. ഇങ്ങനെ അദ്ദേഹം ഇൽമിന്റെ ഓരോ ദർജകളെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത് പറയുന്നത് അവ്വലുൽ ഇൽമി അന്നിയ്യ, നിയ്യത്താണ് ഒന്നാമത്തെ കാര്യം. ഇനി നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിരിക്കും സലഫുകളുടെ ചില വാക്കുകൾ, ഞങ്ങൾ ഇഖ്ലാസ് ഇല്ലാതെയാണ് ഇൽമ പഠിക്കാൻ പോയത്. ആദ്യം ഇൽമ പഠിക്കാൻ പുറപ്പെട്ട സമയത്ത് ശരിയായ നിയ്യത്തില്ലായിരുന്നു, പക്ഷെ പിന്നീട് ഇൽമ പഠിക്കുക വഴി ഞങ്ങളുടെ നിയ്യത്ത് ശരിയായി എന്നൊരു വാക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഉദ്ദേശം എന്താണ്? അതിന്റെ അർത്ഥം റിയാവോടുകൂടിയായിരുന്നു അവർ ഇൽമ പഠിച്ചിരുന്നത് എന്നാണോ? ഇമാം ദഹബി റഹിമഹുല്ലാ ഇത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, യത്ലുബുഹു അവ്വലൻ വൽ ഹാമിലു ലഹു ഹുബ്ബുൽ ഇൽം, തുടക്കത്തിൽ അവന്റെ നിയ്യത്ത് എന്തായിരിക്കും? ഇൽമിനോടുള്ള ഒരു ഹുബ്ബ്, ഇൽമ പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് ബുദ്ധിയുള്ള മനുഷ്യർ ആസ്വദിക്കുന്ന ഒരു കാര്യമാണ്. അതായിരിക്കും തുടക്കത്തിൽ അവരുടെ ലക്ഷ്യം. അതിന്റെ കൂടെ ഹുബ്ബുൽ വളായിഫ്, ദീനിയായ സ്ഥാനങ്ങൾ. പഴയ കാലത്ത് ഇസ്ലാമിന്റെ ഭരണമുള്ള കാലങ്ങളിൽ ദീനിന്റെ ഉദ്യോഗങ്ങളൊക്കെ വലിയ സ്ഥാനമുള്ളതാണ്. ഇമാമത്ത്, അതുപോലെ ഖുത്ബ പറയുന്നത്, ഇതൊക്കെ വലിയ സമൂഹത്തിൽ വിലയുള്ളതാണ്. ഇപ്പോൾ ആണെങ്കിലും ഇസ്ലാമിൽ അഭിമാനമുള്ള, മുസ്ലിമാണ് എന്നതിൽ അഭിമാനിക്കുന്ന ആളുകൾ ജീവിക്കുന്ന സമൂഹങ്ങളിലൊക്കെ അതിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്. ദീനിയായ സ്ഥാനങ്ങൾക്ക്, ദീനിയായ ഉദ്യോഗങ്ങൾക്ക് അതിൻ്റെതായ സ്ഥാനങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ആയിരിക്കും തുടക്കത്തിൽ. പക്ഷേ ഫൈദ അലിമ, നിയ്യത്തിനെ കുറിച്ചൊക്കെ അവൻ പഠിക്കും. ഇൽമ പഠിക്കാൻ തുടങ്ങിയാൽ ഇഖ്ലാസിനെ കുറിച്ച് പഠിക്കും. നിയ്യത്തില്ലാതെ, ശരിയായ നിയ്യത്തില്ലാതെ ഇൽമ പഠിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് പഠിക്കും. അപ്പോഴവൻ എന്തു ചെയ്യും? ഹാസബ നഫ്സഹു, സ്വയം വിചാരണ നടത്തും. വഖാഫ മിൻ വബാലി ഖസ്ദിഹി, തന്റെ ഈ മോശമായ നിയ്യത്ത്, അതിന്റെ അനന്തരഫലം എന്തായിരിക്കും എന്നവൻ പേടിക്കും. ഫതജീഉഹു നിയ്യത്തു സാലിഹ, അങ്ങനെ അവന് ശരിയായ നിയ്യത്തുണ്ടാകും. ഇതാണ് ഉദ്ദേശിച്ചത്. ഷെയ്ഖ് അബ്ദുസ്സലാം ബുർജിസ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സലഫുകളുടെ കാലത്തുണ്ടായ ഒരു കഥയുണ്ട്. അതെന്താണ്? ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം അന്വേഷിച്ചു. നിയ്യത്ത് ശരിയല്ലാതെ ഇൽമ പഠിക്കുകയും പിന്നീട് നിയ്യത്ത് ശരിയായതിന്റെ ഒരു ഉദാഹരണം. ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം അന്വേഷിച്ചു. ഫഅബത്ത്, അവൾ സമ്മതിച്ചില്ല. ഇവൻ പണമില്ലാത്തവനാണ്, ദരിദ്രനാണ്, അതുപോലെ കുടുംബം അത്ര പോരാ. ഈ രണ്ട് കാരണങ്ങളുടെ പേരിൽ ഇവൾ നിരസിച്ചു. ഇവൻ എന്തു ചെയ്തു? എങ്ങനെയെങ്കിലും ഈ പെണ്ണിനെ വിവാഹം ചെയ്യണമെന്ന് തീരുമാനിച്ചു. അതിനെന്താണ് മാർഗം? രണ്ട് കുഴപ്പങ്ങളാണ് ഇവനുള്ളത്. ഒന്നവന് പണമില്ല, കുടുംബം അത്ര പാരമ്പര്യമുള്ളതല്ല, പ്രശസ്തിയില്ല കുടുംബത്തിന്. ഇതിൽ ദാരിദ്ര്യം മാറ്റണോ അതല്ല തന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കണോ? അങ്ങനെ ഏതായാലും പ്രശസ്തി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഇൽമ പഠിച്ചുകൊണ്ട് പ്രശസ്തനാകാമെന്ന് ഇവൻ തീരുമാനിച്ചു. അങ്ങനെ ഇൽമ പഠിച്ചു. ഇൽമ പഠിച്ച് ഇവൻ അറിയപ്പെട്ടു, ആലിമായി നാട്ടിൽ അറിയപ്പെട്ടു. പിന്നീട് ഇവന്റെ പ്രശസ്തി കണ്ട് ഇതേ സ്ത്രീ തന്നെ ഇവൻ ഇങ്ങോട്ട് വിവാഹം അന്വേഷിച്ചു. ആ സമയത്ത് അവൻ പറഞ്ഞു, ലാ ഊസിറു അലൽ ഇൽമി ശൈഅ, എനിക്ക് ഇൽമിന്റെ മുകളിൽ ഞാൻ ഒന്നിനും സ്ഥാനം കൊടുക്കുകയില്ല. അഥവാ ഇൽമ ഉപയോഗിച്ച് ഒരു വിവാഹം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിരസിച്ചു. ഇതാണ് സംഭവിച്ചത്. ഇതാണ് ഇൽമ കൊണ്ട് ശരിയായ നിയ്യത്തുണ്ടാകും. നിയ്യത്ത് ഫസാദായിട്ടുണ്ടെങ്കിലും അത് പിന്നീട് നന്നാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഏതായിരുന്നാലും വളരെയധികം പേടിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നിയ്യത്ത്. ഏത് കാര്യത്തിലായാലും. ഹമ്മാദ് ബിൻ സലമ റഹിമഹുല്ല അറിയപ്പെട്ട മുഹദ്ദിസാണ്. അദ്ദേഹം പറഞ്ഞു, മൻ തലബൽ ഹദീസ് ലിഗൈരില്ലാഹ് മകറ ബിഹി, ആരാണോ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കാതെ ഹദീസ് പഠിച്ചത്, ഇൽമ പഠിച്ചത്, മകറ ബിഹി, അള്ളാഹു അവനെതിരെ തന്ത്രം പ്രയോഗിക്കും. എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനെ വഴിപിഴപ്പിക്കും. അവനറിയാത്ത നിലക്ക് അള്ളാഹു അവന്റെ അമലുകൾ ബാത്തിലാക്കി കളയും. അവന്റെ അവസാനം മോശമായി മാറും. അതുകൊണ്ട് തന്നെ നിയ്യത്തിന്റെ കാര്യം സൂക്ഷിക്കുക. ഇനി അടുത്തതായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നിയ്യത്ത് നന്നാക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം നമ്മുടെ നിയ്യത്ത്? നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ കാര്യം വളരെ വ്യക്തമാണ്. എന്തായിരിക്കും നിയ്യത്ത്? ഇന്ന വക്ത് നമസ്കരിക്കുന്നു, ഇത് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ളതാണ്, ളുഹറാണ്, അസറാണ്, അങ്ങനെ നമ്മുടെ നിയ്യത്തുണ്ടായിരിക്കും. എന്നാൽ ഇൽമ പഠിക്കാൻ പോകുമ്പോൾ, ഒരാൾ ഒരു ക്ലാസ്സിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കിതാബ് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദീനി സ്ഥാപനത്തിൽ ചേരുമ്പോൾ എന്തായിരിക്കണം നിയ്യത്ത്? പല ഉദ്ദേശങ്ങളും അവന്റെ മനസ്സിലുണ്ടാകാവുന്നതാണ്. നല്ല പല നിയ്യത്തുകളും അവന് വെക്കാവുന്നതാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അൽ ഇൽമു ലാ യഅദിലുഹു ഷൈ, ഇൽമിന് തുല്യമായി മറ്റൊരു അമലുമില്ല, മറ്റൊരു പണിയുമില്ല. ലിമൻ സഹത് നിയ്യത്തുഹു, നിയ്യത്ത് ശരിയാണെങ്കിൽ എന്ന് ഇമാം അഹ്മദ് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു, യാ അബ അബ്ദില്ല, അല്ലയോ ഇമാം, നിയ്യത്ത് ശരിയാകണമെന്ന് പറഞ്ഞല്ലോ, വകൈഫ സ്വലാഹു നിയ്യ,
നിയ്യത്ത് ശരിയാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എന്താണ് അതിന്റെ അർത്ഥം? അദ്ദേഹം പറഞ്ഞു, യത്ലുബുൽ ഇൽമ ബിതവാദു വയൻവി നഫ്അ നഫ്സിഹി. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിനയത്തോടെ ഇൽമ പഠിക്കുക. രണ്ട്, സ്വന്തം നഫ്സിന് ഉപകാരമുണ്ടാക്കാൻ ആഗ്രഹിക്കുക. ഇപ്പം അഹ്മദ് റഹിമഹുല്ല ഇൽമ പഠിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സ് എങ്ങനെയായിരിക്കണം എന്ന് ചുരുക്കി പറഞ്ഞതാണ്. വിനയത്തോടെ പഠിക്കും. ഇത് നമ്മുടെ നിയ്യത്ത് ശരിയാണോ എന്നറിയാനുള്ള ഒരു മാർഗമാണ്. ഇൽമ പഠിക്കുമ്പോൾ ഒരു മസ്അല മനസ്സിലായി, അപ്പൊ കിബറാണോ ഉണ്ടാകുന്നത്? ഇത് കുറെ ആളുകൾക്ക് നാട്ടിൽ അറിയില്ല, എനിക്കൊരു പുതിയ വിവരം കിട്ടി എന്നുള്ള ചിന്തയാണ് ഉണ്ടാകുന്നത്. അതല്ല, താഴ്മയോടെ അല്ലാഹു തആല ഇന്നലെ വരെ എനിക്ക് അറിയാത്തൊരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തന്നു, ഇനിയും ഇതുപോലെ അറിയാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കും, എത്രയോ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അത് പഠിക്കണം, മനസ്സിലാക്കണം, അതുപോലെ ഇത് അറിയാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം എന്നുള്ള വിനയമാണോ ഉണ്ടാകുന്നത്? ഞാനൊരു ജാഹിലായിരുന്നു, ഇന്നലെ വരെ ഈ മസാല എനിക്ക് അറിയില്ലായിരുന്നു എന്ന് മനസ്സിലാക്കി താഴ്മയാണോ തോന്നുന്നത്? അതല്ല, അഹങ്കാരമാണോ തോന്നുന്നത്? വയൻവി നഫ്അ നഫ്സിഹി, സ്വന്തം നഫ്സിന് ഉപകാരം ഉണ്ടാകണമെന്ന ആഗ്രഹം. ഇത് നാട്ടിലെ ആളുകളോട് പറയണം, അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും പോയി ഒരു ക്ലാസ്സിൽ ഇത് അവതരിപ്പിക്കണം, ഒരു പ്രസംഗത്തിലോ ഖുത്ബയിലോ ഇത് പറയണം എന്നാണോ ഉദ്ദേശം? അതല്ല, നഫ്ഉ നഫ്സിഹി, സ്വന്തം നഫ്സിന് ഉപകാരം ഉണ്ടാകണം, എന്റെ മനസ്സ് ശുദ്ധമാകണം. ഇൽമ പഠിക്കുന്നതിനനുസരിച്ച് അള്ളാഹു തരുന്ന നൂറാണ് ഇൽമ എന്ന് പറയുന്നത്. ഇൽമ മനസ്സിൽ ഉണ്ടാകുന്നതിനനുസരിച്ച് മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഉണ്ടാകും. കാരണം നമ്മൾ ഇൽമായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളായിരിക്കും. നിങ്ങൾ പഠിക്കുന്ന ഏതൊരു ഇൽമും ശർഈയായ ഇൽമാണെങ്കിൽ അത് മൂന്നിലൊന്നായിരിക്കും. ഒന്നുകിൽ അത് അള്ളാഹുവിനെ കുറിച്ചായിരിക്കും, അള്ളാഹുവിന്റെ അസ്മാ സിഫാത്ത്, അള്ളാഹുവിന്റെ പ്രവൃത്തികൾ, അള്ളാഹു തആല മുമ്പ് കാലത്തുള്ള ഉമ്മത്തുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, അവരിൽ നല്ലവരെ അള്ളാഹു എന്തു ചെയ്തു, മോശമാളുകൾ അള്ളാഹു എന്തു ചെയ്തു, മുസ്ലിങ്ങളെ എന്തു ചെയ്തു, കാഫിര്യങ്ങൾ എന്തു ചെയ്തു, അമ്പിയാക്കൾ എന്തു ചെയ്തു, അവരുടെ ശത്രുക്കൾ എന്തു ചെയ്തു, നാളെ പരലോകത്ത് അള്ളാഹു തആല ഈ രണ്ട് വിഭാഗങ്ങളെയും എന്തു ചെയ്യും, ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ അസ്മാ സിഫാത്ത് അഫ്ആൽ ഇതായിരിക്കും. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശറഇന്റെ അഹ്കാമായിരിക്കും, അള്ളാഹുവിന്റെ അമ്രും നഹിയും, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത്. ചെയ്യണം എന്ന് പറഞ്ഞത് ഫർളാണോ സുന്നത്താണോ, ചെയ്യരുത് എന്ന് പറഞ്ഞത് ഹറാമാണോ മക്രൂഹാണോ, ഇതായിരിക്കും. മൂന്നാമത്തേത് അള്ളാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള വഅദും വഈദും, അവനനുസരിച്ച് ജീവിച്ചവർക്ക് നാളെ സ്വർഗത്തിൽ എന്തൊക്കെ സുഖങ്ങളുണ്ട്, അവനെ ധിക്കരിച്ചവർക്ക് നരകത്തിൽ എന്തൊക്കെ അദാബുണ്ട്, അതിന്റെ വിശദാംശങ്ങൾ. ഈ മൂന്നിലൊന്നായിരിക്കും നമ്മൾ പഠിച്ച ഏതൊരു ഇൽമും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും പഠിക്കുന്നത് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കും. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് അവനെ കുറിച്ച് പേടിയുണ്ടാകും. അള്ളാഹു തആല ചെയ്യുന്ന ഫിഅലുകൾ, അവന്റെ പ്രവൃത്തികളെ കുറിച്ച് മനസ്സിലാക്കിയാൽ, അവന്റെ അസ്മാ സിഫാത്തിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ, ഇബ്നുൽ ഖയ്യിം പറയുന്നു, മൻ അറഫ അല്ലാഹ ബി അസ്മാഇഹി വസിഫാതിഹി അഹബ്ബഹു ലാ മുഹാല. ആരാണോ അള്ളാഹുവിനെ അവന്റെ നാമവും വിശേഷണങ്ങളും മനസ്സിലാക്കിയത്, അതുവഴി അറിഞ്ഞത്, അവനെ ഈ വ്യക്തി സ്നേഹിച്ചിരിക്കും, അള്ളാഹുവിനെ അവൻ സ്നേഹിച്ചിരിക്കും, അവനെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് കാഫിറുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞങ്ങളും സ്വർഗത്തിൽ പോകും എന്നവർ പോലും വിചാരിച്ചു പോകും. അപ്പോൾ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ അവനോട് സ്നേഹം ഉണ്ടാകും, പേടിയുണ്ടാകും. അതുപോലെ അവന്റെ അഫ്ആലുകൾ, അവന്റെ പ്രവൃത്തികൾ മനസ്സിലാക്കിയാൽ, ചരിത്രത്തിൽ അവൻ എങ്ങനെയാണ് അള്ളാഹു തആല ഇടപെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ, സ്വാലിഹീങ്ങളെ അവൻ എങ്ങനെയാണ് രക്ഷിച്ചതെന്ന് മനസ്സിലാക്കിയാൽ, നമ്മൾ എത്ര വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണെങ്കിലും അള്ളാഹുവിനെ കുറിച്ചുള്ള റജാ, പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടാകും. കാരണം അങ്ങേയറ്റത്തെ ദുരിതങ്ങളിൽ നിന്ന് അള്ളാഹു തആല രക്ഷിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം നമുക്കറിയാം, കടൽ മുമ്പിൽ, പിന്നിൽ ലോകത്തെ ഏറ്റവും വലിയ അക്രമിയായ ഭരണാധികാരി. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എന്നെ രക്ഷിച്ചിരിക്കും. അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തെ അവർ തീയിലേക്ക് എറിഞ്ഞു. ഖാലു ബുനൂ ലഹു ബുനിയാനൻ ഫഅൽഖൂഹു ഫിൽ ജഹീം, വലിയൊരു കെട്ടിടമുണ്ടാക്കി അതിൽ തീ കത്തിച്ച് അതിലേക്ക് എറിയുക. ഫഅറാദു ബിഹി കൈദൻ, അദ്ദേഹത്തിനെതിരെ അവർ തന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. ഫജഅൽനാഹുമുൽ അസ്ഫലീൻ, അവരെയാണ് ഞാൻ തരം താഴ്ത്തിയത്. അപ്പോൾ അള്ളാഹു തആലയുടെ രക്ഷയെക്കുറിച്ച് പ്രതീക്ഷയുണ്ടാകും. അതുപോലെ തന്നെ അള്ളാഹു ധിക്കാരികളെ എങ്ങനെയാണ് നശിപ്പിച്ചത് എന്ന് മനസ്സിലാക്കിയാൽ, അവർ ചെയ്തതുപോലെയുള്ള ധിക്കാരം ചെയ്യാൻ നമുക്ക് പേടിയുണ്ടാകും. അവർ ചെയ്തതുപോലെ ഭൂമിയിൽ അഹങ്കരിക്കാൻ നമുക്ക് പേടിയുണ്ടാകും, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി. ഇനി അള്ളാഹുവിന്റെ ശറാഇ, അവന്റെ ദീനി നിയമങ്ങൾ മനസ്സിലാക്കിയാലോ അള്ളാഹുവിന്റെ ഹിക്മത്ത് നമുക്ക് മനസ്സിലാകും, അള്ളാഹുവിന്റെ മഹത്വം നമുക്ക് മനസ്സിലാകും. എങ്ങനെയാണ് യാതൊരു പഴുതുമില്ലാത്ത നിയമങ്ങൾ അള്ളാഹു തആല ഉണ്ടാക്കിയത് ഈ ദീനിൽ? എത്ര മനോഹരമായ ആരാധനാ കർമ്മങ്ങളാണ് അള്ളാഹു തആല പഠിപ്പിച്ചിരിക്കുന്നത്, എത്ര പഴുതുകളില്ലാത്ത ശിക്ഷാ നിയമങ്ങളാണ് അള്ളാഹു തആല ശരീഅത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് അള്ളാഹുവിനോട് സ്നേഹവും പേടിയും ഉണ്ടാക്കും. അതുപോലെ പരലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ സ്വർഗത്തിനോട് നമുക്ക് ആഗ്രഹവും നരകത്തിനോട് പേടിയുണ്ടാകും. ഇങ്ങനെ ഏത് ഇൽമു പഠിച്ചാലും അതിന് നമ്മുടെ മനസ്സിൽ ഒരു ഫലമുണ്ടാകും, അതിന്റെ ഒരു എഫക്റ്റ് നമ്മുടെ ഖൽബിലുണ്ടാകും.
അങ്ങനെ നമ്മുടെ ഖൽബ് നന്നായി അവസാനം ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം ഇദ് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം, യാതൊരു വിധത്തിലുള്ള ശിർക്കും അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള സൂഉദ്ദൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരങ്ങളും ഇല്ലാതെ ശുദ്ധമായ മനസ്സോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ എത്തണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പൂർണ്ണമായ പേടിയും പൂർണ്ണമായ സ്നേഹവും പൂർണ്ണമായ പ്രതീക്ഷയുമുള്ള ഒരു ശുദ്ധമായ മനസ്സിനുടമയായി മാറണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇൽമു പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന മസ്അല ത്വലാഖാവട്ടെ, സ്വത്ത് വീതിക്കുന്ന വിഷയമാകട്ടെ, എന്തു വിഷയമായിരുന്നാലും അതിനൊക്കെ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ മനസ്സിൽ ഒരു ഫലം ഉണ്ടാക്കാൻ സാധിക്കും. ചില ഉലമാക്കൾ അവർ ഫിഖ്ഹിന്റെ നിയമങ്ങളിൽ നിന്ന്, അഹ്കാമുകളിൽ നിന്ന് ഇതുപോലെ ആഴത്തിൽ ചിന്തിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. ഒരു ആലിം അദ്ദേഹം പറയുകയുണ്ടായി, നമ്മൾ സാധാരണ നമസ്കാരത്തിൽ കേൾക്കുന്ന അല്ലെങ്കിൽ തറാവീഹ് നമസ്കാരത്തിലൊക്കെ കേട്ടാൽ നമുക്ക് കൂടുതൽ ചിന്ത വരാത്ത ആയത്തുകളാണ്, അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് കുറഞ്ഞു പോകുന്ന ആയത്തുകളാണ് മീറാഫിന്റെ ആയത്തുകൾ, ആയാത്തുൽ മവാരീഫ്, സൂറത്ത് നിസാഇന്റെ തുടക്കത്തിലുള്ള അതുപോലെയുള്ള ആയത്തുകളൊക്കെ, ഫിഖ്ഹിന്റെ ഫുറൂ ആയിട്ടുള്ള വുളുവിന്റെ ആയത്ത്. പക്ഷെ ഇത്തരം ആയത്തുകൾ പോലും നമ്മൾ ആയത്തിൽ ചിന്തിച്ചാൽ പഠിച്ചാൽ അതിനൊക്കെ നമ്മുടെ മനസ്സിലൊരു പ്രതിഫലനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നതാണ് സത്യം. ആയത്തുൽ മവാരീസിനെ കുറിച്ച് ഒരു ആലിം പറഞ്ഞു, അല്ലാഹു തആല തുടങ്ങുന്നത് എങ്ങനെയാണ്? യൂസീകുമുല്ലാഹു ഫീ ഔലാദിക്കും, നിങ്ങളുടെ മക്കളെ കുറിച്ച് അള്ളാഹു നിങ്ങൾക്ക് വസിയത്ത് ചെയ്യുന്നു, ഗൗരവമായി ഉപദേശിക്കുന്നു. ഒരു പുരുഷന് 2 സ്ത്രീകളുടെ അവകാശമുണ്ട്, ഒരു ആൺകുട്ടിക്ക് 2 പെൺമക്കളുടെ അവകാശമുണ്ട്. ഇങ്ങനെയാണ് ആയത്ത് തുടങ്ങുന്നത്. ഈ ആയത്തിന്റെ തഫ്സീർ ഒരു ആലിം പറഞ്ഞത്, ഒരു മുഫസ്സിർ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നമ്മുടെ മാതാപിതാക്കളെക്കാൾ റഹ്മത്തുള്ളവനാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ട്? നമ്മൾ സാധാരണ നമ്മുടെ മകനെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി ആക്കി ഉസ്താദിനോട് പറയും, ഊസി കബി വലതി, എൻ്റെ മോന്റെ കാര്യം ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകളോട് അത്രയധികം കരുണയുള്ളത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇസ്തൗസു ബിൻ നിസാഇ ഖൈറ, നിങ്ങൾ സ്ത്രീകളുടെ കാര്യം ശ്രദ്ധിക്കണം എന്ന് വസിയത്ത് ചെയ്തു. ഇങ്ങനെ ആരാണോ കൂടുതൽ റഹ്മത്തുള്ളവൻ അവനാണ് കുറച്ച് റഹ്മത്തുള്ളവനോട് വസിയത്ത് ചെയ്യുക, ഇന്ന ആളുടെ കാര്യം നീ സൂക്ഷിക്കണം, എൻ്റെ മോനെ നീ സൂക്ഷിക്കണം എന്ന് വസിയത്ത് ചെയ്യുക. അല്ലാഹു തആല ഇവിടെ പറയുന്നു, യൂസീകുമുല്ലാഹു ഫീ ഔലാദിക്കും, നിങ്ങൾ മരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മക്കളുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. സ്വത്ത് ഇങ്ങനെയാണ് വീതിക്കേണ്ടത്, അവരോട് അനീതി കാണിക്കരുത്, അവരെ നിങ്ങൾ ആളുകളുടെ മുമ്പിൽ കൈനീട്ടുന്ന രൂപത്തിൽ വിട്ടുപോകരുത്, നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ വസിയത്ത് ചെയ്യരുത്, സമ്പത്ത് മുഴുവൻ ദാനം ചെയ്ത് മരിക്കുന്ന സമയത്ത് ദാനം ചെയ്യരുത്. ഇങ്ങനെ അല്ലാഹു തആല നമ്മുടെ മക്കളുടെ കാര്യം, പെൺകുട്ടികൾക്ക് നിങ്ങൾ ഇങ്ങനെ കൊടുക്കണം, ആൺകുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കണം, മാതാപിതാക്കൾക്ക് ഇത്ര എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ നമ്മുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും നമ്മോട് റഹ്മത്തുള്ളവനാണ് അല്ലാഹു തആല. ഇത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ നമ്മൾ ദീനിന്റെ എന്തൊരു ഹുക്മ് പഠിക്കുന്നുണ്ടോ അതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാനുള്ള ഒരു മാർഗമാണ്. ഈ ഒരു ബോധം നമുക്കുണ്ടാവണം. അതാണ് ഞാൻ ഇൽമ പഠിക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് നമ്മുടെ മനസ്സിൽ ബോധമുണ്ടാകണം. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ പറഞ്ഞത്, അൽ ഇൽമു ഇബാദത്തുൽ ഖൽബി വസലാത്തുസ് സിർ. ഇൽമ് എന്ന് പറയുന്നത് രഹസ്യമായ നമസ്കാരമാണ്, ഖൽബിന്റെ ഒരു ഇബാദത്താണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ മഗ്രിബ് മുതൽ ഇശാ വരെ ഒരു പള്ളിയിൽ ഇരുന്ന ഒരു ക്ലാസ്സിൽ പങ്കെടുത്തു. അത്രയും സമയം നമുക്ക് നമസ്കരിക്കാൻ സാധിക്കുമോ? മുൻഗാമികളായ ആളുകൾ ചെയ്യുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുണ്ട്. മഗ്രിബ് മുതൽ ഇശാ വരെ സുന്നത്ത് നമസ്കരിക്കുന്നത് സുന്നത്താണ്, പതിവായിട്ടല്ല. വല്ലപ്പോഴും ഒരിക്കൽ മഗ്രിബ് മുതൽ ഇശാ വരെ പൂർണ്ണമായി 2 റക്അത്തായിട്ട് സുന്നത്ത് നമസ്കരിക്കുക എന്നുള്ളത് സ്ഥിരപ്പെട്ട സുന്നത്താണ്, ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അസറുണ്ട്. രാത്രി നമസ്കാരത്തെ കുറിച്ചുള്ള ആയത്ത്, സൂറത്ത് സജ്ദയിലെ ആയത്ത്, അനിൽ മദാജി തുടങ്ങിയ മുമ്പ് തതജാഫ ജുനൂബുഹും അനിൽ മദാജി, അവർ വിരിപ്പുകളിൽ നിന്ന് എഴുന്നേൽക്കും എന്നുള്ള ആയത്ത്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയും, യുഹ്യൂന ബൈനൽ ഇശാഅൈൻ, മഗ്രിബ് ഇശാക്കിടയിലുള്ള സമയം അവർ പൂർണ്ണമായി നമസ്കരിക്കുമായിരുന്നു. ഇപ്പൊ ഖിയാമുൽ ലൈലിൽ പെട്ടതാണ്, ഖിയാമുൽ ലൈലിൽ പെട്ടതാണ് മഗ്രിബിന് ശേഷമുള്ള നമസ്കാരം, സുന്നത്ത് നമസ്കാരം. ഒരാൾക്ക് ഖിയാമുൽ ലൈൽ മഗ്രിബ് മുതൽ നമസ്കരിക്കാം, കാരണം ലൈൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചോടുകൂടി തുടങ്ങി. ഏതായിരുന്നാലും നമുക്ക് സാധാരണ സാധിക്കുന്ന ഒരു കാര്യമല്ല. നല്ല ഒരു ആബിദായ മനുഷ്യൻ മാത്രമേ അത്ര സമയം ഒക്കെ നമസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെയുള്ള നമുക്ക് മറ്റു ജോലികൾ ചെയ്യാൻ പറ്റുന്ന സമയം നമ്മൾ എന്തെങ്കിലും തിരക്കിലാകും. പക്ഷേ ഒരാൾക്കൊരു ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കാൻ സാധിക്കും. ചില ഉലമാക്കളുടെ അഭിപ്രായ പ്രകാരം, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആലയുടെ അഭിപ്രായ പ്രകാരം, ഇൽമിന്റെ ഒരു മജ്ലിസിൽ ഇരുന്നാൽ അത്രയും സമയം നമസ്കരിച്ചതിനേക്കാൾ കൂലിയുണ്ട്. അപ്പൊ നമ്മുടെ ഖൽബ് കൊണ്ട് ചെയ്യുന്ന ഒരു ഇബാദത്താണ്, രഹസ്യമായ ഒരു നമസ്കാരമാണ്. രഹസ്യമായ നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? പുറമേ നോക്കിയാൽ നമസ്കരിക്കല്ല, വെറുതെ ഇരിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു നമസ്കാരം അവിടെ നടക്കുന്നുണ്ട്, അതിനേക്കാൾ കൂലിയുള്ള ഒരു ഇബാദത്ത് അവിടെ ചെയ്യുന്നുണ്ട്.
അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയാണ് ഇൽമ്. അതെപ്പോഴാണ് ഉണ്ടാവുക? ഈ ലക്ഷ്യം നമുക്ക് വേണം. യൻവി നഫ്അ നഫ്സിഹി, സ്വന്തം നഫ്സ് നന്നാവണം എന്നുള്ള ആഗ്രഹം അവനുണ്ടാകണം. അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോൾ നമ്മുടെ ഖൽബ് സലീമായിരിക്കണം. അതിൽ യാതൊരു വിധത്തിലുള്ള സൂഉൽ ളന്ന് അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടാകാൻ പാടില്ല. പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകാവകാശികളെ നരകത്തിലേക്ക് പറഞ്ഞേക്കും. അവരോട് പറയുന്ന കാര്യം എന്താണ്? വമാ കുൻതും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സമഉക്കും വലാ അബ്സാറുക്കും വലാ അഫ്ഇദതുക്കും സമഉക്കും വലാ അബ്സാറുക്കും വലാ ജുലൂദുക്കും. നിങ്ങളുടെ കണ്ണും കാതും തൊലിയും നിങ്ങൾക്കെതിരെ സാക്ഷി പറയും. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നിങ്ങളുടെ കണ്ണിന്റെയും കാതിന്റെയും തൊലിയുടെയും മുമ്പിൽ നിങ്ങൾ ഒളിച്ചിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാപങ്ങൾ ചെയ്യാൻ മടി കാണിച്ചില്ല. എന്ത് പാപം ചെയ്താലും ഈ അവയവങ്ങൾ അത് കാണുന്നുണ്ട്. അത് നിങ്ങൾ വിചാരിച്ചില്ല. എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സംഭവിച്ച അബദ്ധം? വലാകിൻ ظننتم അന്ന അല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. നിങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികളും അല്ലാഹു അറിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു എന്നായിരുന്നു നിങ്ങളുടെ വിശ്വാസം. നമുക്കറിയാം, ഒരു മനുഷ്യനും വിശ്വസിക്കുന്ന കാര്യമല്ല ഇത്. കാഫിറായ ആളുകൾ പോലും പറയും മുകളിലുള്ള ഒരുത്തൻ കാണുന്നുണ്ട്, ഒരു സൃഷ്ടാവ് എല്ലാം കാണുന്നുണ്ട് എന്ന കാര്യം ഒട്ടുമിക്ക കാഫിറുകൾ പോലും അംഗീകരിക്കുന്നതാണ്. മുസ്ലിമായിട്ട് ഒരാളും അത് നിഷേധിക്കുന്നില്ല. പിന്നെ എന്താണ് പറയാനുള്ള കാരണം? ആ കാര്യത്തിൽ അവർക്ക് യഖീൻ ഉണ്ടായിരുന്നില്ല. അള്ളാഹു കാണുന്നുണ്ട് എന്ന യഖീൻ ഉണ്ടായിരുന്നില്ല. വദാലികും ظنكم الذي ظننتم بربكم അർദാക്കും ഫസ്ബഹ്തും മിനൽ ഖാസിരീൻ. നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് നിങ്ങൾ വിചാരിച്ച ആ ദുഷിച്ച ചിന്ത, അതാണ് നിങ്ങളെ നഷ്ടക്കാരിൽ പെടുത്തിയത്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള സൂഉൽ ളൻ അത് നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അള്ളാഹു നമുക്ക് കാണുന്നുണ്ട് എന്നുള്ള യഖീൻ ഉണ്ടാവണം. അതുണ്ടാവുക എപ്പോഴാണ്? അള്ളാഹുവിനോടുള്ള സ്നേഹവും അള്ളാഹുവിനോടുള്ള പേടിയും മനസ്സിലുണ്ടാകുമ്പോൾ. അതുണ്ടാവുക എപ്പോഴാണ്? ഇൽമ പഠിക്കുമ്പോൾ. ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുക എന്നുള്ളതാവണം ഇൽമ പഠിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ലക്ഷ്യം. അതുപോലെ തന്നെ ഇൽമ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ഇഖ്ലാസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിന്റെ തുടർച്ചയാണ്. ആളുകളുടെ എണ്ണം അത് നമുക്കൊരു ചിന്തയുടെ അടുത്തുപോലും വരാൻ പാടില്ല. നമ്മെ ബാധിക്കുന്ന ഒരു പ്രശ്നമേയല്ല ആളുകളുടെ എണ്ണം. തൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ഞാൻ പോകുന്ന ക്ലാസ്സിൽ വരുന്ന മറ്റുള്ള ആളുകളുടെ എണ്ണം, ഇത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു സൂചനയാണ് നമ്മുടെ നിയ്യത്ത് ശരിയല്ല എന്നുള്ളതിൻ്റെ. ചില ആളുകൾ ചില ക്ലാസ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെ 4 ആളുള്ളൂ, അല്ല 5 ആളുള്ളൂ, അല്ലെങ്കിൽ ഞാനും പഠിപ്പിക്കുന്ന ഒരാൾ മാത്രമുള്ളൂ. അത് നമ്മെ പുറകോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ, കിട്ടുന്ന ഇൽമ് നല്ലതാണെങ്കിൽ പിന്നെ ഈ എണ്ണം എന്നുള്ളത് നമ്മെ ബാധിക്കാൻ പാടില്ല. അത് ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നിയ്യത്ത് ശരിയല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. കുറേ ആളുകൾ ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇരിക്കുമ്പോൾ ആവേശമുണ്ട്, പക്ഷേ ആൾ കുറവാണ് എന്നത് നമ്മെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നിയ്യത്തിനെ ബാധിക്കുന്നൊരു കുഴപ്പമാണ്. പല ഉലമാക്കളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവരുടെ മുമ്പ് ഇരിക്കുന്ന വിദ്യാർത്ഥികൾ എണ്ണം വളരെ കുറവായിരിക്കും. നമ്മൾ ഇന്ന് വളരെയധികം ബഹുമാനിക്കുന്ന പല പണ്ഡിതന്മാരും, അതുപോലെ തന്നെ മുൻഗാമികളായ സഹാബത്തിന്റെ കാലത്ത് പോലും കാണാൻ സാധിക്കും ഒരാൾ തന്റെ ഷെയ്ഖിന്റെ അടുത്ത് ഒറ്റയ്ക്കിരുന്ന് പഠിച്ചതായി എത്രയോ ഉദാഹരണങ്ങൾ. മുഹമ്മദ് അൽ അമീൻ ഷങ്കീത്തി റഹിമഹുല്ലാ അറിയപ്പെട്ട ഒരു ആലിമാണ്, അടുത്ത കാലത്ത് മരിച്ചു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ശിഷ്യനായ പിന്നീട് അറിയപ്പെട്ട ഒരു ആലിമായ ഷെയ്ഖ് ബക്കർ അബൂ സയ്യിദ് റഹിമഹുല്ലാ, ഇവർ രണ്ടുപേരും മാത്രമുള്ള ക്ലാസ്സുകൾ അവർ ഒരുപാട് കാലങ്ങളോളം എടുത്തിട്ടുണ്ട് മദീനയിൽ. ഇതുപോലെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ, അദ്ദേഹം എത്രയോ കാലത്തോളം 2 ആളുകളെ മാത്രം മുമ്പിലിരുത്തി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഖ്ലാസ് ഉള്ളവരാണെങ്കിൽ എണ്ണം എന്നുള്ളത് നമ്മുടെ ചിന്തയിൽ കടന്നു വരാൻ പാടില്ല. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ത്വലബുൽ ഇൽമുമായി ബന്ധപ്പെട്ട് നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത, നമുക്കൊക്കെ അറിയുന്നതാണ്, പക്ഷെ നമ്മൾ മറക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. നമ്മൾ പഠിക്കുന്ന ഈ കാര്യം അത് ദീനാണ്. ദീൻ പഠിക്കുന്നത് അതിന് അർഹരായ ആളുകളിൽ നിന്നായിരിക്കണം. സലഫുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാഹു തആല, അദ്ദേഹം താബിഈങ്ങളുടെ ഒരു ഇമാമാണ്. അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, ഈ ഇൽമ എന്ന് പറയുന്നത് നിങ്ങളുടെ ദീനാണ്. ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കും, നിങ്ങളുടെ ദീൻ നിങ്ങൾ ആരിൽ നിന്നാണ് എടുക്കുന്നത് എന്ന് നിങ്ങൾ സൂക്ഷിക്കുക. നമ്മൾ ദുനിയാവിന്റെ കാര്യത്തിൽ വളരെ സൂക്ഷിക്കുന്നവരാണ്. എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ 10 ആളോട് നമ്മൾ അഭിപ്രായം ചോദിക്കും, അത് മുമ്പ് വാങ്ങിയിട്ടുള്ള ആളുകളോട് നമ്മൾ ചോദിക്കും, അതുപോലെ തന്നെ അതിന്റെ റിവ്യൂ നമ്മൾ നോക്കും, വാങ്ങി ഉപയോഗിച്ചവരുടെ അഭിപ്രായം എന്താണെന്ന് നോക്കും. അതല്ലാതെ നമ്മൾ പോയി ഒരു സാധനം വാങ്ങുകയില്ല. എന്നാൽ ദീനിന്റെ കാര്യം അത് നമ്മൾ എവിടെ നിന്നായാലും എല്ലാം നമ്മൾ കേട്ടിട്ട് ഹക്കും ബാത്തിലും വേർതിരിച്ചാൽ മതി എന്നാണ് പലരുടെയും ധാരണ. അത് ശരിയല്ല. ദീൻ പഠിക്കുന്നതിന് മുമ്പ് നോക്കണം, ഈ പഠിപ്പിക്കുന്ന ആൾക്ക് അതിനുള്ള ഇൽമുണ്ടോ, ആ വിഷയം പഠിപ്പിക്കാനുള്ള അമാനത്തുണ്ടോ, അതുപോലെ അതിനനുസരിച്ച് അമൽ ചെയ്യുന്ന ആളാണോ, സത്യസന്ധനാണോ. ഈ യോഗ്യതകളില്ലാത്ത ആളുകളിൽ നിന്ന് ദീനിന്റെ ഇൽമ് പഠിക്കാൻ പാടില്ല.
അങ്ങനെയുള്ള ആരുടെയെങ്കിലും അടുത്ത് പോയി പഠിച്ചിട്ട് അതിൽ നിന്ന് ഹക്കും ബാത്തിലും വേർതിരിക്കുക എന്നുള്ളത് വളരെ അബദ്ധമായൊരു വാദമാണ്. കാരണം നമ്മൾ എന്തിനാണ് ഇൽമ പഠിക്കാൻ പോകുന്നത്? നമുക്ക് അറിവില്ലാഞ്ഞിട്ടാണ്. നമ്മൾ അറിവില്ലാത്തവരാണ്. നമുക്ക് ഈ ബിരുദധാരിയായ വർഷങ്ങളോളം ദീൻ പഠിച്ചിട്ടുള്ള, എന്നിട്ട് അമാനത്തിന്റെ കുറവ് കൊണ്ട്, അല്ലെങ്കിൽ തന്റെ മനഹജിന്റെ കുഴപ്പം കൊണ്ട്, അല്ലെങ്കിൽ യുക്തിയെ അവലംബിക്കുന്നത് കൊണ്ട്, ഇങ്ങനെ എന്തെങ്കിലും കുഴപ്പം കൊണ്ട് പഴച്ചുപോയ ഒരാൾ, അയാളുടെ മുമ്പിൽ നമ്മൾ പോയിരുന്നിട്ട് യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, ദീനിയായി യാതൊരു പശ്ചാത്തലവും ഇല്ലാത്ത നമ്മൾ ഇവൻ പറയുന്ന തെറ്റും ശരിയും വേർതിരിക്കുന്നത് എങ്ങനെ? അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് പഠിക്കാൻ പോകുന്നത്? നമ്മെ പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ തെറ്റും ശരിയും ഒക്കെ വേർതിരിക്കാൻ കഴിയുന്ന ഒരാളാണ് നമ്മളെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? അതുകൊണ്ട് ആദ്യം നോക്കിയേ പറ്റൂ നമ്മൾ പഠിക്കുന്ന ആൾ ആരാണ്, അവരുടെ രീതി എന്താണ്. അത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലത്. ഇതിന്റെ അർത്ഥം ദീൻ പഠിക്കുന്നതിൽ നിന്ന് പിന്തിരിയാനല്ല പറയുന്നത്. നേരെ മറിച്ച് നമ്മെക്കൊണ്ട് സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശുദ്ധമായ സ്രോതസ്സിൽ നമ്മൾ പഠിക്കണം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അള്ളാഹുവിന്റെ ദീനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അത് പഠിച്ചേ തീരൂ. അതിന് പരമാവധി നമ്മൾ പരിശ്രമിക്കുക. ഏറ്റവും വിശ്വസ്തരായ, ഏറ്റവും കൂടുതൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന, സലഫു സ്വാലിഹ്യങ്ങളെ പിന്തുടരാൻ പരമാവധി താല്പര്യം കാണിക്കുന്ന ഹിർസുള്ള ആളുകൾ. ദീൻ പഠിപ്പിക്കുന്ന ചില ആളുകൾ തന്നെ അവരുടെ പെൺമക്കൾ തോന്നിയതുപോലെ നടക്കുന്നുണ്ട്. അവരുടെ മേൽ ഇവന് യാതൊരു നിയന്ത്രണവുമില്ല. സ്വന്തം ഭാര്യ ഇവൻ നന്നാക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ അവൻ ഇരിക്കുന്നത് എന്ത് തൊലാലത്തും വിളിച്ചു പറയുന്ന സ്റ്റേജുകളിൽ അവൻ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അത് എതിർക്കാൻ ഇവന് യാതൊരു താല്പര്യവുമില്ല. തന്റെ കൂടെ പ്രവർത്തിക്കുന്ന, തന്റെ സംഘടനയുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഏതൊരു അബദ്ധവും അത് ന്യായീകരിക്കാൻ റെഡിയാണ്. ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമ്മുടെ ദീൻ നമ്മൾ യാതൊരു കാരണവശാലും പഠിക്കുക എന്നുള്ളത് അത് സലഫുകളുടെ രീതിയല്ല. തന്റെ ദീനിനെ ബഹുമാനിക്കുന്ന ഒരാളുടെ രീതിയല്ല. നമുക്ക് ദീനിനോട് ബഹുമാനമുണ്ടോ എങ്കിൽ നമ്മൾ അന്വേഷിക്കും, അതെവിടെ നിന്ന് പഠിക്കണം നമ്മൾ അന്വേഷിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഹദീസ് കാണാം. ഇന്ന മിൻ അശ്റാത്തിസ് സാഅ അൻ യുൽതമസൽ ഇൽമു ഇൻദൽ അസാഗിർ. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ഇൽമ് അസാഗിറായിട്ടുള്ള, നിസ്സാരക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് ദീൻ പഠിക്കുക എന്നുള്ളത്. എന്താണ് നിസ്സാരക്കാരെന്ന് പറഞ്ഞാൽ? അസാഗിർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉലമാക്കൾക്ക് പല അഭിപ്രായങ്ങളുണ്ട്. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് പ്രായം കുറഞ്ഞ ആളുകളാണ്, മറ്റു ചിലർ പറഞ്ഞിട്ടുണ്ട് അഹ്ലുൽ ബിദ്അ, ബിദ്അത്തിന്റെ ആളുകളാണ്. യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് ബിദ്അത്തിന്റെ ആളുകൾ ഇതിൽ പെടുമെന്നത്. ബിദ്അത്തിന്റെ ആളുകളൊക്കെ അസാഗിറാണ്, നിസ്സാരക്കാരാണ്. അവരിൽ നിന്ന് ദീൻ പഠിക്കാൻ പാടില്ല. എന്നാൽ അഹ്ലുസുന്നത്തിൽപ്പെട്ട പ്രായം കുറഞ്ഞ ആളുകളോ അവരിൽ നിന്നും പഠിക്കാൻ പാടില്ല എന്നുള്ളതാണ് അടിസ്ഥാനം. നാട്ടിൽ അവരെക്കാൾ മുതിർന്ന ആളുകൾ ഉണ്ടെങ്കിൽ സലഫു സാലിഹുകളായ ആളുകൾ പറഞ്ഞായി കാണാൻ സാധിക്കും. നുഹീന അൻ നതകല്ലമ ഇൻദ അകാബിരിന. ഞങ്ങളെക്കാൾ മുതിർന്ന ആളുകളുടെ അടുക്കൽ നിന്ന് സംസാരിക്കുന്നത് പോലും ഞങ്ങൾ വിലക്കപ്പെട്ടിട്ടുണ്ട്. അവരിയ്ക്കുന്ന സ്ഥലത്ത് സംസാരിക്കാൻ പോലും പാടില്ല. നേരെ മറിച്ച് ഉലമാക്കൾ പറഞ്ഞതായി കാണാൻ സാധിക്കും, ഇൽമുള്ള ഒരാൾ ആ നാട്ടിൽ ഇൽമ പഠിപ്പിക്കാൻ അതിനേക്കാൾ മുതിർന്ന പക്വതയുള്ള ആളുകൾ ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ ഇവനും അങ്ങനെയുള്ള പക്വതയുള്ള ആളുകളുടെ മാർഗത്തിൽ അവരെ അനുകരിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട്. പ്രായം കുറവാണെങ്കിലും പ്രായം കൂടുതലുള്ളവരെ പോലെ പെരുമാറുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ പഠിക്കാം എന്ന് ചില ഉലമാക്കൾ, ഷെയ്ഖ് അബ്ദുസ്സലാം മുർജിസ് റഹിമഹുല്ല, അതുപോലെ മുൻഗാമികളായ പണ്ഡിതന്മാരും പറഞ്ഞതായി കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഇൽമ പഠിപ്പിക്കുന്ന ആളുകളുടെ യോഗ്യത ഒരു മാനദണ്ഡം തന്നെയാണ്. ഇൽമ പഠിക്കാനുള്ള ഒരു മാനദണ്ഡം തന്നെയാണ്. സലഫുകളുടെ അസറുകൾ എത്രയും ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ബിദ്അത്തിന്റെ ആളുകൾ അവർ സൂക്ഷിക്കുക. സഹാബത്ത് പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും, ലാ തുജാലിസു അഹ്ലൽ അഹ്വാ. ഹവയുടെ ആളുകൾ. ഹവയുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താ? തനിക്ക് തോന്നിയത് വിളിച്ചു പറയും, എന്നിട്ട് സൗകര്യം പോലെ ആയത്തും ഹദീസും അതിന്റെ ബാക്കിൽ പിന്നെ ഫിറ്റ് ചെയ്യും. അതാണ് അഹ്ലുൽ അഹ്വ എന്ന് പറഞ്ഞ ചുരുക്കി പറഞ്ഞാൽ. അവരവരുടെ തോന്നലുകൾ, അവർ ചിന്തിച്ച് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ അവർ പറയും, എന്നിട്ട് അതിന് ആയത്തും ഹദീസും പിന്നെ. ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ അടുത്ത് നിങ്ങൾ ഇരിക്കരുത് എന്നാണ് പറഞ്ഞത്. അവരിൽ നിന്ന് ഇൽമ പഠിക്കരുത് എന്നല്ല, അവരുടെ അടുത്ത് പോലും ഇരിക്കരുത്. ഫഇന്ന മുജാലസതഹും മുംറിദത്തുൻ ലിൽഖുലൂബ്. അവരുടെ അടുക്കൽ ഇരിക്കുക എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ രോഗമുണ്ടാക്കും. രോഗമുണ്ടാക്കും എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണമായും അവരുടെ കൂടെ നമ്മൾ പഴച്ചങ്ങ് പോകണമെന്നില്ല. ഒരു കാദ്യാനി, നിങ്ങൾ കേൾക്കുന്നില്ല, അറിയപ്പെട്ട പല ദായിമാരും ചേകനൂരും കാദ്യാനിയും ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ. എന്താ കാരണം? അവരുടെ അടുത്ത് പോയി തർക്കിക്കും. എന്നിട്ട് എന്താണ്? അവരുടെ വാദം ഞാൻ സ്വീകരിക്കുന്നില്ല, അവരുടെ വാദം സ്വീകരിക്കുകയില്ല. ഒറ്റ ദിവസം തന്നെ അവരുടെ വാദം മുഴുവൻ എനിക്ക് പറഞ്ഞു തരൂല്ല സ്വീകരിക്കാൻ പോയിട്ട്. നേരെ മറിച്ച് അവർ പതുക്കെ പതുക്കെ മനസ്സ് രോഗിയായി മാറും. അവസാനം അവരുടെ വാദങ്ങൾ സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇത് സൂക്ഷിക്കേണ്ട, നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്ത കാര്യമാണ്. ദീനിന്റെ കാര്യത്തിൽ ആരെന്ത് പറഞ്ഞാലും അതൊക്കെ എടുത്ത് വായിക്കുക, എന്ത് ചപ്പ് ചവറുകളും എടുത്ത് വായിക്കുക. ഇത് ഒരു മുഅ്മിനായ മനുഷ്യന് യോജിച്ചതല്ല. മൂന്നാമത്തേത്, നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്തൊരു കാര്യം, നമ്മൾ പഠിക്കുന്ന ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള അമൽ നമുക്കുണ്ടാകണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഇൽമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്, നമ്മുടെ അമലുകളെ നന്നാക്കുക എന്നുള്ളതാണ്. അതിന്
നമ്മൾ പഠിച്ച ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള അമലുകൾ വേണം. അമലില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും അവൻ പഠിച്ച ഇൽമു കൊണ്ടൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. എന്ന് മാത്രമല്ല, ഒരു ജാഹിലിനേക്കാൾ കടുത്ത വിചാരണ നാളെ പരലോകത്ത് അവൻ അനുഭവിക്കേണ്ടിയും വരും. സലഫുകളുടെ ചരിത്രത്തിൽ പല സംഭവങ്ങളും കാണാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരുടെ അടുക്കൽ വന്ന് സ്ഥിരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താബിഈ അദ്ദേഹത്തോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നീ പഠിക്കുന്ന കാര്യങ്ങൾ നീ അമൽ ചെയ്യുന്നുണ്ടോ? തലേ ദിവസം പഠിച്ച ഇന്ന മസാല അതനുസരിച്ച് നീ അമൽ ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഫലിമ തസ്തക്ഫിറു മിൻ ഹുജജില്ലാഹി അലൈക്, പിന്നെ നീ എന്തിനാണ് അള്ളാഹുവിന് തെളിവുണ്ടാക്കി കൊടുക്കുന്നത്? നിനക്കെതിരായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിനക്കെതിരായി എന്തിനാണ് തെളിവുണ്ടാക്കി കൊടുക്കുന്നത്? അഥവാ പഠിച്ച ഇൽമിനനുസരിച്ച് അമൽ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഇൽമ് അള്ളാഹുവിനുള്ള ഹുജ്ജത്തായിരിക്കും. നമുക്കെതിരെ അള്ളാഹു തആല നാളെ അതൊരു തെളിവായി കൊണ്ടുവരും. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി അഥറുകൾ കാണാൻ സാധിക്കും, ഹതഫൽ ഇൽമു ബിൽ അമൽ, ഇൽമ് അമലിനെ വിളിക്കും. ഒരാളുടെ മനസ്സിലൊരു ഇൽമു വന്നാൽ ആ ഇൽമ് അമലെവിടെ എന്ന് ചോദിക്കും. ഫൈൻ അജാബഹു, ആ അമൽ അവിടെ വന്നാൽ നല്ലത്, വഇല്ലർതഹൽ, ഇല്ലെങ്കിൽ ഇൽമ് അവിടെ നിന്ന് പോകും. അമലില്ലാത്ത സ്ഥലത്ത് ഇൽമ് നിൽക്കുകയില്ല. സലഫുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും, ഒരു മനുഷ്യൻ അവൻ ചെയ്ത പാപങ്ങളുടെ ഫലമായി അവൻ പഠിച്ച ഇൽമ് അവൻ മറന്നുപോകും. നമുക്ക് അനുഭവമുള്ളതാണ്. നമ്മുടെ അമലുകൾ മോശമാകുന്നതിനനുസരിച്ച് നമ്മുടെ ഹിഫ്ള് നഷ്ടപ്പെടും, നമ്മുടെ ഫഹ്മ് നഷ്ടപ്പെടും, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നതായി നിങ്ങൾ കേട്ടിരിക്കും. അദ്ദേഹത്തിന്റെ ഷെയ്ഖായ വക്കീഅ് ഇബ്നുൽ ജറാഹ് റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി ഇമാം ഷാഫിഈ പരാതി പറഞ്ഞു, എനിക്ക് ഹിഫ്ളാക്കാൻ പറ്റുന്നില്ല. ശകൗതു ഇലാ വക്കീഇൻ സൂഅ ഹിഫ്ളി, എന്റെ ഹിഫ്ളിന്റെ കുറവ്, അതിന്റെ പ്രയാസം ഞാൻ പരാതി പറഞ്ഞു. ഇമാം ഷാഫിഈ അറിയപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം ഇബാദത്തിന്റെ പേരിൽ അറിയപ്പെട്ട ആളാണ്. റമളാൻ മാസത്തിൽ ഓരോ ദിവസവും 2 ഖത്തം തീർത്തിരുന്ന അദ്ദേഹത്തിന്റെ സീറയിൽ കാണാൻ സാധിക്കും. അത്ര വലിയ ആബിദാണ്. അദ്ദേഹമാണ് പറയുന്നത്, എന്റെ മനസ്സിൽ എന്റെ അമലിൽ എന്റെ ഹിഫ്ള് ദുർബലമായി പോയി, അത് ഞാൻ പരാതി പറഞ്ഞു. ഇമാം വക്കീഅ് ഇബ്നുൽ ജറാഹ് പറഞ്ഞു, ഫഅർശദനി ഇലാ തർക്കിൽ മആസി, മഅസിയത്തുകൾ ഉപേക്ഷിക്കാൻ എന്നോട് ഉപദേശിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഅർശദനി ബിഅന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹി ലാ യുഹ്ദാഹു ആസി, അദ്ദേഹം പറഞ്ഞു, ഇൽമ് എന്ന് പറയുന്നത് അല്ലാഹു നൽകുന്ന ഒരു പ്രകാശമാണ്. നിങ്ങൾ ഖുർആൻ എടുത്തു നോക്കൂ, പല സ്ഥലത്തും ഇൽമിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ കാണാൻ സാധിക്കും, വആതൈനാഹു മിൻ ലദുന്നാ ഇൽമ, എന്റെ അടുക്കൽ നിന്ന് നാം ഇൽമു കൊടുത്തു. ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി, മുമ്പ് ഇൽമു കിട്ടിയ ആളുകൾ, അല്ലദീന ഊതുൽ കിതാബ, വേദഗ്രന്ഥം കിട്ടിയ ആളുകൾ, എല്ലാം മജ്ഹൂലായിട്ടാണ് പറയുന്നത്. ഇൽമു കിട്ടിയ ആളുകൾ, ഇൽമു നാം അങ്ങോട്ട് കൊടുത്ത ആളുകൾ, ഇൽമു ലഭിച്ച ആളുകൾ, ബൽഹു ആയാത്തും ബയ്യിനാത്തുൻ ഫീ സുദൂരില്ലദീന ഊതുൽ ഇൽം, ഇൽമിന്റെ ഇൽമു നൽകപ്പെട്ട ആളുകളുടെ മനസ്സിലാണ് ഖുർആന്റെ സ്ഥാനം. ഇങ്ങനെ ഇൽമു എന്ന് പറയുന്നിടത്തൊക്കെ മജ്ഹൂലായിട്ട് അല്ലെങ്കിൽ അള്ളാഹുലേക്ക് ചേർത്തിയിട്ടാണ് പറയുന്നത്. ഇൽമു നേടിയവർ, അല്ലദീന തഅല്ലമുൽ ഇൽം, ഇൽമു പഠിച്ച ആളുകൾ, അല്ലദീന നാലുൽ ഇൽം, ഇൽമു സ്വന്തമാക്കിയ ആളുകൾ എന്ന് ഖുർആനിൽ കാണാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ്? കാരണം ഇൽമ് എന്ന് പറയുന്നത് പൂർണ്ണമായും അള്ളാഹു കൊടുക്കുന്നതാണ്. ഒരാളുടെയും ബുദ്ധി കൊണ്ടോ ഒരാളുടെയും കഠിനാധ്വാനം കൊണ്ടോ നേടാൻ സാധിക്കുന്ന കാര്യമേ അല്ല ഇൽമ് എന്ന് പറയുന്നത്. ഇമാം വക്കീഅ് പറഞ്ഞു, വഅർശദനി ബിഅന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹ്, അള്ളാഹുവിന്റെ നൂർ എന്ന് പറഞ്ഞാൽ ലാ യുഹ്ദാഹു ആസി, ഒരു പാപിക്ക് അള്ളാഹു അത് കൊടുക്കുകയില്ല. അത് അള്ളാഹു പ്രഖ്യാപിച്ച കാര്യമാണ്. അവർ സ്വന്തം ബുദ്ധിയിൽ നിന്ന് എടുത്ത് പറയുന്നതല്ല, ഇതൊന്നും ഖുർആനിൽ തെളിവുള്ളതാണ്. ഇന്നല്ലദീന സഅസ്രിഫു അൻ ആയാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർദി ബിഗൈരിൽ ഹഖ്, ഭൂമിയിൽ അവകാശമില്ലാതെ അഹങ്കരിക്കുന്ന ആളുകൾ, അഹങ്കരിക്കാൻ ആർക്കും അവകാശമില്ല, അഹങ്കരിക്കുന്നവരൊക്കെ അവകാശമില്ലാതെ അഹങ്കരിക്കുന്നവരാണ്. ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കുന്ന ആളുകൾ സഅസ്രിഫു അൻ ആയാതി, അവരെ എന്റെ ആയത്തുകളിൽ നിന്ന് നാം തെറ്റിച്ചു കളയും. അവർക്ക് അള്ളാഹുവിന്റെ ആയത്തുകൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഖുർആൻ ഹിഫ്ളാക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരും, പക്ഷെ അള്ളാഹു അവർക്ക് ഫഹ്മ് കൊടുക്കുകയില്ല. ഖുർആനിൽ അള്ളാഹു അവർക്ക് ഇൽമു കൊടുക്കുകയില്ല. ഇവിടെ കിബിർ എന്ന് പറഞ്ഞത് മറ്റെല്ലാ ദുർഗുണങ്ങൾക്കും ബാധകമാണ്. കിബിർ അള്ളാഹു വെറുക്കുന്ന ഒരു സ്വഭാവമാണ്. അതുപോലെ അള്ളാഹു വെറുക്കുന്ന എന്തൊക്കെ ഗുണങ്ങളുണ്ടോ, എന്തൊക്കെ ദുർഗുണങ്ങളുണ്ടോ, അത് മനസ്സിലുണ്ടോ, അവിടെ ഇൽമുണ്ടാവുകയില്ല. സലഫുകൾപ്പെട്ട ചില ആളുകൾ പറഞ്ഞതായി കാണാം, നായയും ചിത്രവുമുള്ള വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല. ഇന്നൽ മലായികത ലാ തദ്ഖുലു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറ, നായയോ രൂപമോ ഉള്ള വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല. നായയുടെ സ്വഭാവമുള്ള മനസ്സിൽ ഈ മലക്കുകൾ കൊണ്ടുവരുന്ന ഇൽമ്, മലക്കുകളാണ് വഹി കൊണ്ടുവരുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാം, അതും പ്രവേശിക്കുകയില്ല. നായ എന്ന് പറയുന്ന ജീവി അത് വീട്ടിൽ കയറിയാൽ എന്താണ് അതിന്റെ അപകടം? അതിനേക്കാൾ വലിയ അപകടമാണ് ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ മനസ്സിലുണ്ടാവുക എന്നുള്ളത്, വൃത്തികെട്ട സ്വഭാവങ്ങൾ മനസ്സിലുണ്ടാവുന്നത്.
അപ്പോൾ ഒരിക്കലും മലക്കുകൾ കൊണ്ടുവന്ന വഹി അവിടെ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ അവസ്ഥ, നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ, നമ്മുടെ അവയവങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്ന അവസ്ഥ, ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. അല്ലാതെ ഇൽമ് പഠിക്കുന്ന ആൾ വെറുതെയാണ്. ആ ഇൽമ് അവന് ഉപകാരപ്പെടുകയില്ല. അള്ളാഹുവിന്റെ ഹുജ്ജത്ത് വർദ്ധിക്കുമെന്ന് മാത്രം. സലഫിൽപ്പെട്ട അതുപോലെ ആധുനികരുമായ ഏതൊരു ആലിമിനെ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. അവർക്കൊക്കെ പൊതുവായി കാണാൻ സാധിക്കുന്ന ഗുണമാണ് അവർ പഠിച്ച ഇൽമ് അവർ അമൽ ചെയ്യുന്നവരാണ്. അല്ലാത്ത ഒരാളെയും ഉലമാക്കളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഉലമാക്കളുടെ കൂട്ടത്തിൽ വ്യത്യസ്ത വിഷയങ്ങൾ കഴിവുള്ളവരുണ്ടാകും. അതുപോലെ അവരുടെ ഹിഫ്ള് ഏറ്റക്കുറച്ചുള്ള ആളുകളുണ്ടാകും. അവരുടെ കൂട്ടത്തിൽ സംസാരശേഷി കൂടുതലുള്ളവരും കുറഞ്ഞവരും ഉണ്ടാകും. പക്ഷെ അവരിൽ പൊതുവായുള്ള ഗുണമാണ് അവർ പഠിച്ച ഇൽമ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഹിബ്റുൽ ഉമ്മ എന്നറിയപ്പെട്ട ആൾ, ഈ ഉമ്മത്തിന്റെ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ നല്ല അർത്ഥത്തിലുള്ള ഈ ഉമ്മത്തിലെ മഹാപണ്ഡിതൻ എന്നറിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? റഹിമഹുല്ലാ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖുർആൻ ഓതി കരഞ്ഞ് അദ്ദേഹത്തിന്റെ 2 കണ്ണിനും ചുവട്ടിൽ 2 വരകളുണ്ടായിരുന്നു, കറുത്ത 2 പാടുകളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണുനീർ ഒഴുകിയിട്ട്. ഇങ്ങനെയായിരുന്നു അവർ. അതുപോലെ ഓരോ സഹാബിയുടെയും സഹാബത്തിന്റെ കൂട്ടത്തിൽ ഇൽമ് ആർക്കാണോ കൂടുതൽ അതേ അളവിൽ അമൽ അവർക്ക് കൂടുതലായിരിക്കും, ഇബാദത്ത് അവർക്ക് കൂടുതലായിരിക്കും. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാ ആധുനികനായ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയൊരു പണ്ഡിതനാണ്. അദ്ദേഹം ഒരു ദിവസം 4 മണിക്കൂറേ ഉറങ്ങാറുള്ളൂ. രാത്രി ബാക്കി സമയം തഹജ്ജുദ് നമസ്കരിക്കും. ഓരോ മാസത്തിൽ തഹജ്ജുദിൽ വഴി അദ്ദേഹം ഖുർആൻ ഖത്തം തീർക്കും. തഹജ്ജുദ് നമസ്കാരത്തിൽ ഓരോ ജുസ് ഓതി ഒരു മാസത്തിൽ ഖത്തം തീർക്കും. അതുപോലെ 4 ദിവസം, മാക്സിമം 4 ദിവസത്തിൽ തഹജ്ജുദിലല്ലാതെ അദ്ദേഹം ഖുർആൻ ഓതി തീർക്കും. ഇങ്ങനെ ഏത് ആലിമിന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ലാ, അദ്ദേഹം പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് കൂടെ ഒരാളെയും കൊണ്ടു നടക്കില്ല, പിറകിൽ പോയാൽ ഒരാളോടും സംസാരിക്കുകയില്ല. പള്ളിയിലേക്ക് പോകുന്ന സമയം 1 കിലോമീറ്ററോളം ദൂരമുണ്ടായിരുന്നു. ഓരോ വക്തിനും പള്ളിയിൽ പോകുമ്പോൾ 1/2 ജുസ് വീതം അദ്ദേഹം ഓതും, ഹിഫ്ളുള്ളത് ഓതും. അങ്ങനെ ദിവസം 2.5 ജുസ് വെച്ച് ഖുർആൻ ഓതുകയും 10 ദിവസം 12 ദിവസം കൊണ്ട് ഖത്തം തീർക്കുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെയായിരുന്നു ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ. ഇങ്ങനെ ഏതൊരു ആലിമിന്റെ ജീവിതം നിങ്ങൾ എടുത്തു നോക്കൂ, നിരവധി ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൽമു കൊണ്ട് അമൽ ചെയ്യുന്നത്. അത് അങ്ങേയറ്റത്തെ സൂക്ഷ്മത അവർ കാണിക്കും. അതാണ് ഒരാളുടെ പ്രത്യേകത, ഒരു ആലിമിന്റെ പ്രത്യേകത, ഒരു ത്വാലിബുൽ ഇൽമിന്റെ പ്രത്യേകത. നമ്മുടെ ഉള്ള ഇൽമിനനുസരിച്ച് അമൽ ചെയ്യുന്നുണ്ടോ എന്ന ചിന്തയായിരിക്കണം, ആ ടെൻഷനായിരിക്കണം നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതിൽ കൂടുതൽ നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇൽമിന്റെ വിഷയത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കാം. ഒരുപക്ഷെ നമ്മൾ ഒരു ദീനി സ്ഥാപനത്തിൽ ചേർന്ന് പഠിക്കാൻ, ഒരുപക്ഷെ ഉലമാക്കളുള്ള നാടുകളിലേക്ക് പോകാനൊക്കെ ആഗ്രഹിച്ചിരിക്കാം. അതുപോലെ ഒരുപാട് കിതാബുകൾ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കാം. ഇതൊന്നും സാധിക്കാത്ത സാഹചര്യങ്ങളുള്ളവരുണ്ടായിരിക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ബാഹ്യമായ ഒരു സബബുമല്ല നമുക്ക് ഇൽമു നേടിത്തരുന്നത്. നേരെ മറിച്ച് നമ്മൾ പഠിച്ച ഒരു ഇൽമിന്റെ അടിസ്ഥാനത്തിൽ അമലുണ്ടോ, അല്ലാഹു തആല ഇൽമു നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇൽമു നൽകും. അതുകൊണ്ട് തന്നെ ഇൽമു പഠിക്കാൻ ഏതെങ്കിലും ഒരു ആലിമിന്റെ അടുക്കൽ എത്തിയില്ല, ഇന്ന പ്രത്യേക രാജ്യത്തേക്ക് പോകാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഇത്ര കിതാബുകൾ വാങ്ങാൻ സാധിച്ചില്ല, ഇതിന്റെ പേരിലൊക്കെ വിഷമിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പഠിച്ച ഓരോ ഹർഫും നമ്മൾ അമൽ ചെയ്തിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ പേടിക്കണം, വിഷമിക്കണം. അതായിരിക്കണം നമ്മുടെ ഒന്നാമത്തെ വിഷമം. ബാക്കിയെല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണ്, അവൻ എളുപ്പമാക്കി തരും. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാ, അദ്ദേഹത്തെക്കുറിച്ചൊരു കഥ നിങ്ങൾ ചിലപ്പോൾ കേട്ടിരിക്കും. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആൽ ഷെയ്ഖ് റഹിമഹുല്ലാ, അദ്ദേഹം ഇമാമ് നിൽക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന റിയാദിലെ വലിയ പള്ളി, ജാമിഉൽ കബീർ എന്ന് പറയുന്ന പള്ളി, ആ പള്ളിയിൽ റമദാൻ മാസമായപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികളൊക്കെ ഒരുമിച്ച് കൂടി. അങ്ങനെ ആരാണ് തറാവീഹ് ഇമാമ് നിൽക്കേണ്ടത് എന്ന് ചർച്ചയുണ്ടായി. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഒരു ആലിമിന്റെ പേര് പറഞ്ഞു, ഇന്ന ആളെ നമുക്ക് ഇമാമ് നിർത്താമെന്ന് പറഞ്ഞു. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാ അവർ ചർച്ച ചെയ്യുകയാണ്, ഇയാളെ പറ്റുമോ ഇല്ലേ. അവരെല്ലാവരും ഹാഫിളുകളാണ്, നല്ല ഖുർആൻ ഓതാൻ അറിയുന്ന ആളുകളാണ്. ആ കൂട്ടത്തിലില്ലാത്ത ഒരാളുടെ പേര് ഒരാൾ പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് ബിൻ ബാസ് പറഞ്ഞു, ഇവിടെ നമുക്കൊരാളുടെ കുറ്റം പറയാവുന്ന ജായിസായ സന്ദർഭമാണ്. കാരണം ഒരു മസ്ലഹത്തുണ്ട്, അയാൾ ഈ പണിക്ക് പറ്റുമോ ഇല്ലയോ എന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. ഷെയ്ഖ് ബിൻ ബാസ് പറഞ്ഞു, അയാൾ കുറച്ചു കാലമായിട്ട് കച്ചവടത്തിലാണ്, ആദ്യകാലത്ത് നന്നായി പഠിച്ചിരുന്ന ഒരാളാണ്, പിന്നീട് ഇപ്പോൾ കച്ചവടത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ചർച്ച കഴിഞ്ഞ് ഏതായാലും അയാളെ തന്നെ ഇമാമാക്കാൻ തീരുമാനിച്ചു. റഹിമഹുല്ലാ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, അദ്ദേഹം കച്ചവടത്തിലേക്ക് പോയിട്ടുണ്ട്, അതുകൊണ്ട് വേറൊരാളെ നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഈ ചർച്ച കഴിഞ്ഞ് അവസാനം ഈ പറയപ്പെട്ട വ്യക്തിയെ തന്നെ ഇമാമാക്കാൻ തീരുമാനിച്ചു. റമദാൻ മാസമായി, തറാവീഹ് നമസ്കാരം തുടങ്ങി. അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് ഷെയ്ഖ് ബിൻ ബാസ് പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. അദ്ദേഹം ഖുർആൻ മറന്നിട്ടില്ല. സാധാരണ അങ്ങനെ കച്ചവടത്തിലേക്കോ മറ്റെന്തെങ്കിലും ഒരു ഫീൽഡിലേക്ക് പോയാൽ മറക്കാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ അദ്ദേഹം മറന്നിരുന്നില്ല. അദ്ദേഹം ഖുർആൻ വളരെ ഭംഗിയായി ഓതി, ഒരു തെറ്റുപോലും ഇല്ലാതെ കുറെ ദിവസങ്ങൾ കടന്നുപോയി.
അങ്ങനെ ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാ അദ്ദേഹം ഈ വ്യക്തിയുടെ അടുക്കൽ പോയി അദ്ദേഹത്തോട് മാപ്പ് പറയുകയും ഷെയ്ഖ് കരയുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തെ ഒരു കുറ്റം പറഞ്ഞല്ലോ എന്നോർത്തിട്ട്. ഇവിടെ യഥാർത്ഥത്തിൽ അനുവദിക്കപ്പെട്ട ഒരു ഗീബത്തായിരുന്നു അത്. പക്ഷെ അതുപോലും അദ്ദേഹം വലുതായിട്ട് കണ്ടു. കാരണം എന്താണ്? അദ്ദേഹം ഇൽമുള്ള ആളാണ്, അവർക്ക് യോജിച്ചതല്ല അനവസരത്തിൽ കുറ്റം പറയുക എന്നുള്ളത്. അതൊരു അവസരത്തിലായിരുന്നിട്ട് പോലും അദ്ദേഹം അത്രയധികം സൂക്ഷ്മത പുലർത്തിയിരുന്നു റഹിമഹുല്ലാ. ഇതാണ് ഉലമാക്കളുടെ പ്രത്യേകത. ഇതായിരിക്കണം ഒരു ത്വാലിബുൽ ഇൽമിന്റെ പ്രത്യേകത. നമ്മൾ ഓരോരുത്തരും ഇതിൽ ഒരുപാട് കുറവുകളുള്ള ആളുകളായിരിക്കും, ഓരോരുത്തർക്കും ഓരോ മേഖലയിലായിരിക്കും. അത് പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ പഠിച്ച ഓരോ ഹർഫും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ത്വാലിബുൽ ഇൽമിന്, ദീൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്, അത് കോളേജിൽ പോയിട്ടായാലും അതല്ല ഉലമാക്കളുടെ ക്ലാസ് കേട്ടിട്ടോ കിതാബ് വായിച്ചിട്ടോ എങ്ങനെയാണെങ്കിലും ദീൻ പഠിക്കാൻ താല്പര്യമുള്ള ഒരാൾക്കുണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് ഉലൂവുൽ ഹിമ്മ, നല്ല ഉന്നതമായ ലക്ഷ്യബോധമുണ്ടായിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്ന ഇൽമ്. അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ കൽപ്പനകളെക്കുറിച്ച്, അവന്റെ പ്രതിഫലത്തെക്കുറിച്ച്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, ഈ 3 കാര്യങ്ങളും ഒരാൾ എത്രത്തോളം പഠിക്കണമെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ പ്രത്യേകതകൾ, അള്ളാഹുവിന്റെ സിഫാത്തുകൾ പഠിച്ച് അള്ളാഹുവിനെ കണ്ടതുപോലെ ആകണം. അള്ളാഹുവിനെ കാണാൻ സാധിക്കുകയില്ല ദുനിയാവിൽ, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിയാവുന്നതിന്റെ പരമാവധി അറിഞ്ഞിരിക്കണം. എന്നിട്ട് അള്ളാഹുവെ നേരിട്ട് കണ്ടുവന്നതുപോലെയുള്ള ഒരു പേടിയും സ്നേഹവും ഒക്കെ അവന്റെ മനസ്സിലുണ്ടാകണം. അതുപോലെ അവന്റെ കൽപ്പനകളും വിലക്കുകളും പഠിച്ച് മനസ്സിലാക്കി എത്രത്തോളം എത്തണം, ഓരോ നിമിഷവും അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് എന്താണ് എന്ന ബോധം അവനുണ്ടാകണം. ഇത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അവന് ദീൻ എന്ന് പറയുന്നത് ആഴ്ചയിലോ മാസത്തിലോ വർഷത്തിലോ ആയുസിലോ ഒക്കെ ചെയ്യേണ്ട കുറെ ചടങ്ങുകൾ മാത്രമാണ്. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും, നിങ്ങൾ പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ മണിക്കൂറും പറഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഇബാദത്ത് നമുക്ക് പറയാൻ സാധിക്കും. ദീൻ പഠിച്ച ഒരാൾക്ക് അത് പറയാൻ സാധിക്കും. എഴുന്നേൽക്കുന്ന നിമിഷം മുതൽ കിടന്നുറങ്ങുന്നത് വരെ, ഉറങ്ങിക്കഴിഞ്ഞിട്ട് ആ ഉറക്കിൽ ഒന്ന് ഞെട്ടി ഉണർന്നാൽ വരെ ചെല്ലാനോട് ദിക്റുണ്ട്, അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ ഓരോ നിമിഷവും ഭക്ഷണം കഴിക്കുമ്പോഴും ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ദീൻ ഒരാൾ പഠിച്ച് ദീനിന്റെ അമ്രും നഹിയും മനസ്സിലാക്കി എത്രത്തോളം എത്തണം, അവന്റെ ഓരോ നിമിഷത്തെയും ചലനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് അവൻ അറിവുണ്ടായിരിക്കണം. മൂന്നാമത്തേത്, പരലോകത്തെക്കുറിച്ച് അവൻ പഠിച്ച് മനസ്സിലാക്കി പരലോകം സ്വർഗവും നരകവും കണ്ട് തിരിച്ചു വന്ന ഒരാളെ പോലെ ആയിരിക്കണം അവന്റെ പെരുമാറ്റം. ഇതാണ് ഒരാളുടെ ലക്ഷ്യം. 2 ലക്ഷ്യം ഒരു ത്വാലിബുൽ ഇൽമിനുണ്ടായിരിക്കണം, ദീൻ പഠിക്കുന്ന ഒരാൾക്കുണ്ടായിരിക്കണം. ഏത് പ്രായത്തിലുള്ള ആളാണെങ്കിലും. ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ദീൻ പഠിക്കാൻ പ്രായം ഒരു തടസ്സമല്ല, ദീൻ പഠിക്കാൻ ഒരൊറ്റ തടസ്സം മാത്രമുള്ളൂ, ഭ്രാന്ത്. ഭ്രാന്തില്ലാത്ത ഏത് മനുഷ്യനും ദീൻ പഠിക്കാം. സഹാബത്തൊക്കെ നമുക്കറിയാം ഏത് പ്രായത്തിലാണ് ദീൻ പഠിച്ചതെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഉയർന്ന ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. എൻ്റെ റബ്ബിനെ കുറിച്ച് എനിക്ക് ശരിക്കറിയണം. ഓരോ നിമിഷവും അവൻ എന്നിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്, തൃപ്തിപ്പെടുന്നത്, ഇഷ്ടപ്പെടുന്നത് എന്ന് എനിക്കറിയണം. അതുപോലെ മരിച്ചു ചെന്നാൽ കിട്ടാനുള്ളത് എന്താണ് എന്ന് എനിക്ക് വ്യക്തമായ ബോധമുണ്ടാകണം. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ കാര്യത്തിൽ നമ്മുടെ ലക്ഷ്യബോധം കുറഞ്ഞു പോകാൻ പാടില്ല. ദീൻ പഠിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ലക്ഷ്യബോധം കുറഞ്ഞു പോകാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ അത് കുറയാനുള്ള പല സാഹചര്യങ്ങളുമുണ്ട്. കാരണം എങ്ങനെ ആവേശത്തിൽ പഠിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതൊരു വലിയ കുറവാണ്. അത് നമ്മൾ പരിഹരിക്കണം. അതിനുള്ള മാർഗം സലഫു സ്വാലിഹ്യങ്ങളുടെ സീറ നമ്മൾ വായിക്കുക, അതുപോലെ ഉലമാക്കളുടെ ചരിത്രം നമ്മൾ പഠിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് നമ്മൾ ആവേണ്ടത് എന്നുള്ളത്. അവരുടെ കൂട്ടത്തിൽ ഓരോ കാര്യത്തിലും അവർ പുലർത്തിയ ഉലുവുൽ ഹിമ്മ, ഉന്നതമായ ലക്ഷ്യബോധം നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. അത് അവർ ഹെഫ്ലാക്കുന്ന കാര്യത്തിലായാലും, അവരുടെ ഉലമാക്കളെ ബഹുമാനിക്കുന്ന കാര്യത്തിലായാലും, അവരുടെ അടുത്തിരുന്ന് കാലങ്ങളോളം പഠിക്കുന്ന കാര്യത്തിലായാലും, ഏത് കാര്യത്തിലായാലും. വിശുദ്ധ ഖുർആൻ അവർ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഹിഫ്ലാക്കുന്നത് പോലെ ഹിഫ്ലാക്കും. യഥാർത്ഥത്തിലുള്ള നല്ല ഹിമ്മത്തുള്ള ഒരു ത്വാലിബുൽ ഇൽം. അതുപോലെ തന്നെ ഖുർആന്റെ ഇൽമുൽ ഖിറാഅത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. 7 ഖിറാഅത്ത് ഖുർആനുണ്ട്. ഇത് പല ആളുകൾക്കും അറിയുക തന്നെയില്ല. നമ്മുടെ കൂട്ടത്തിൽ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും ചില ആയത്തുകളൊക്കെ, മാലിക് യൗമിദ്ദീൻ, മലിക് യൗമിദ്ദീൻ. ഇങ്ങനെയുള്ള ഇൽമ് നമ്മുടെ നാട്ടിലില്ല. അല്ലാഹു ആലം, നമ്മൾ അറിയാത്ത ചില ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ലാഹിറായിട്ട് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ അങ്ങനെ ഒരു ഇൽമിനെ കുറിച്ച് കേട്ടിട്ടില്ല. എന്നാൽ മുസ്ലിങ്ങൾ 14 നൂറ്റാണ്ടായി കൈമാറിപ്പോന്നിട്ടുള്ള പഠിക്കേണ്ടതായ ഫർളു കിഫായി ആയിട്ടുള്ള ഒരു ഇൽമാണ് ഇൽമുൽ ഖിറാഅത്ത്. അത് ആവശ്യം വരും, പല സന്ദർഭത്തിലും അത്യാവശ്യമായി മാറും. അടുത്ത കാലത്ത് ഒരു ഖാദിയാനിയുമായിട്ട് കുറച്ച് മുസ്ലിമീങ്ങൾ ഒരു സംവാദം നടത്തി. അപ്പോൾ ഖാദിയാനികളോട് സാധാരണ പറയുന്ന തെളിവായി സൂറത്ത് അഹ്സാബിൽ ആയത്ത്
മാ കാന മുഹമ്മദുൻ അബ അഹദിൻ മിർ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ എന്നുള്ള ആയത്തോതി. അപ്പോൾ ഈ ഖാദിയാനി സാധാരണ അവർ പറയുന്ന മറുപടി ഉണ്ട്. അതെന്താണ്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബിയ്യീൻ, നബിമാരുടെ ഖാത്തമാണ്. ഖാത്തം എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവസാനത്തെ ആളാണ് ഉദ്ദേശം. മറ്റു ചിലർ പറഞ്ഞിട്ടുണ്ട് ഒരു അലങ്കാരമാണ്. ഖാത്തം എന്ന് പറഞ്ഞാൽ മോതിരം എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഇവർ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ കുറെ മുഫസ്സിരീങ്ങളുടെ വാക്കുകൾ പറയുന്നു, ഞങ്ങൾ ഇവരെയൊന്നും അംഗീകരിക്കുന്നില്ല, അവരൊക്കെ ഞങ്ങളുടെ കണക്കിൽ കുഫാറുകളാണ്, അവരൊന്നും മിർസ ഗുലാം അഹമ്മദ് എന്ന് പറയുന്ന കാഫറിൽ വിശ്വസിക്കാത്ത ആളുകളാണ്. അതുകൊണ്ട് ഈ പറയുന്ന മുഫസ്സിരീങ്ങളിൽ പലരും പിൻഗാമികളായ മുഫസ്സിറുകളൊന്നും അവർ അംഗീകരിക്കുകയില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്കിത് തെളിവായിട്ട് ഉദ്ധരിക്കാൻ പറ്റും? അപ്പോൾ ഈ സംവാദം നടത്തിയ സാധാരണ സംഭവിക്കാറുള്ളത് പിന്നീട് അവിടെ ഇൽമിയായ ചർച്ച അവസാനിച്ച് തർക്കുത്തരമായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് തർക്കുത്തരമായിരിക്കും. പക്ഷേ ആ സംവാദം നടത്തിയ ആൾക്ക് ഇൽമുൽ ഖിറാഅത്ത് അറിയാമായിരുന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഖുർആൻ അംഗീകരിക്കുമല്ലോ, തഫ്സീർ പോട്ടെ, ഖുർആൻ അംഗീകരിക്കുമല്ലോ, ഖുർആന്റെ 7 ഹർഫുകൾ അംഗീകരിക്കുമല്ലോ. ഒരു ഖിറാഅത്തിൽ വന്നിട്ടുണ്ട് വഖാതിമൻ നബിയ്യീൻ വലാകിൻ റസൂലുള്ളാഹി വഖാതിമൻ നബിയ്യീൻ, നബിമാരിൽ അവസാനത്തെ ആളാണ്. അങ്ങനെ ലാഹിറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അയാളോട് പരാജയപ്പെട്ടു. ഇങ്ങനെ ചില സന്ദർഭത്തിൽ വളരെ അത്യാവശ്യമായി മാറും ഇൽമുൽ ഖിറാഅത്ത്. അത് അറിയുന്ന ആളുകൾ എത്രയോ കുറവാണ് നമ്മുടെ നാട്ടിൽ. നമുക്ക് ഒരു ഹിമ്മത്തുണ്ടാകണം. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ സാധിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ മക്കൾ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത തലമുറയിലെങ്കിലും എങ്ങനെ ദീനിന്റെ എല്ലാ ഇൽമുകളും ഈ നാട്ടിലേക്ക് വരണം, ഇവിടെ ഉണ്ടാകണം എന്നൊരാഗ്രഹമെങ്കിലും നമുക്കുണ്ടാകണം. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ്. നമ്മുടെ ഭൗതികതയുടെ ആ വളർച്ചയിൽ നശിച്ചു പോയതാണ്. ഈ ഇൽമൊക്കെ പഠിക്കുന്ന ആളുകൾ നമ്മുടെ സന്തതി പരമ്പരകളിലെങ്കിലും ജനിക്കണം എന്നൊരാഗ്രഹം നമുക്കുണ്ടാവണം. നിങ്ങൾ ഭൗതികമായ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക. 2 തലമുറ മുമ്പ് നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ മലപ്പുറം ജില്ലയിൽ ഒരു മുസ്ലിമായ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. നമ്മുടെ വല്യപ്പമാരുടെ മുമ്പുള്ള തലമുറയിൽ ഒരു 100 വർഷം മുമ്പ് മലപ്പുറം ജില്ലയിൽ മുസ്ലിമായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു സാഹചര്യം. പക്ഷേ അന്നത്തെ സമുദായ നേതൃത്വം അതിന് പരിഹാരം ഉണ്ടാക്കി. ഇന്ന് അതിനേക്കാൾ വലിയ ദുരന്തം, പല ഇൽമുകളും ദീനിന്റെ ഭാഗമായ പല ഇൽമുകളും അറിയുന്ന ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥയുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് വിഷമിക്കാൻ പോലും ആളില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇങ്ങനെ ആവരുത് നമ്മുടെ അവസ്ഥ. നമുക്ക് ഒരു ഹിമ്മത്തുണ്ടാകണം, ഉയർന്ന ലക്ഷ്യബോധം ഉണ്ടാകണം. ഇമാം ഫറ റഹിമഹുല്ല അറിയപ്പെട്ട ഒരു ഭാഷാ പണ്ഡിതനാണ്. അതുപോലെ തന്നെ ഖുർആന്റെ തഫ്സീർ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ലാ അർഹമു അഹദൻ കറഹ്മതി ലിറജുലൈൻ, 2 വിഭാഗം ആളുകളെ പോലെ ഒരാളോടും എനിക്ക് സഹതാപം തോന്നിയിട്ടില്ല. 2 കൂട്ടരോടാണ് എനിക്ക് ഏറ്റവും സഹതാപമുള്ളത്. റജുലുൻ യത്ലുബുൽ ഇൽമ വലാ ഫഹ്മ ലഹു, ഒരാൾ തൊലബുൽ ഇൽമ നടത്തുന്നുണ്ട് പക്ഷെ ഫഹമില്ല, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയില്ല, എന്നിട്ട് അവൻ തൊലബുൽ ഇൽമിന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവനവന്റെ ബുദ്ധി സാമർഥ്യം എത്രയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിനനുസരിച്ച് പഠിക്കണം. ബുദ്ധി കുറഞ്ഞവർ പഠിക്കേണ്ട എന്നല്ല, പക്ഷേ നമ്മുടെ ബുദ്ധി എത്രയുണ്ട് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ലക്ഷ്യങ്ങൾ വേണം നമുക്ക്. ഒരാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയില്ല, എന്നിട്ട് അവൻ അവൻ്റെ ജോലി ഒഴിവാക്കി, അല്ലെങ്കിൽ ഭൗതികമായ വിദ്യാഭ്യാസം ഒഴിവാക്കി, കുടുംബത്തിന്റെ ബാധ്യതകൾ ഒഴിവാക്കി, ഒരു താലിബുൽ ഇൽമിന് സമുദായം കൊടുക്കുന്ന സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരുടെ സഹായത്തിൽ അവൻ ദീൻ പഠിക്കാൻ വേണ്ടി പുറപ്പെടുന്നു. അവന് തന്നെ അറിയാം അവന്റെ ബുദ്ധി എത്രയുണ്ടെന്ന്. അത് ശരിയല്ല. ഓരോ പണിക്കും അതിനുള്ളൊരു യോഗ്യതയുണ്ട്. ഇൽമ് എല്ലാവരും പഠിക്കണം. അവൻ അവന്റെ ജോലി ചെയ്തതിന് ശേഷം അവൻ പരിശ്രമിക്കണം. അങ്ങനെ അവൻ പരിശ്രമിച്ചാൽ ഒരു പക്ഷേ അള്ളാഹു അവന് നല്ല ബുദ്ധി കൊടുത്തേക്കാം, അപ്പോൾ നോക്കാം. അതല്ലാതെ ഫർള് കിഫായി ആയിട്ടുള്ള മൊത്തം മുസ്ലിം ഉമ്മത്തിന്റെ ഒരു പ്രതീക്ഷക്കൊത്ത് ഉയരാൻ വേണ്ടി പുറപ്പെട്ട് അങ്ങനെ ഈ പ്രതീക്ഷയുടെ ചെലവിൽ പഠിച്ചുകൊണ്ട് എന്നിട്ട് നീ പഠിക്കാതെ വർഷങ്ങൾ പാഴാക്കുന്നത് ശരിയല്ല. ഇതാണ് ഒന്നാമത്തെ ആൾ. രണ്ടാമത്തേത് ആരാണ്? വറജുലുൻ യഫ്ഹമു വലാ യത്ലുബ്, നല്ല ബുദ്ധി ഉണ്ടായിട്ട് ദീൻ പഠിക്കാത്ത ഒരാൾ. അള്ളാഹു തആല ബുദ്ധി കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അവൻ ദീൻ പഠിക്കുന്നില്ല. ഇത് നമ്മൾ കാണുന്നതാണ്. 2 മക്കളുണ്ട് അല്ലെങ്കിൽ 4 മക്കളുണ്ട്, കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയില്ലാത്തവൻ, ഏറ്റവും മാർക്ക് കുറഞ്ഞവൻ, അവൻ ദീൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കും. അത് ഇൽമിനോട് ചെയ്യുന്നൊരു ദുൽമാണ്. അതൊരിക്കലും ചെയ്യരുത്. അവൻ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് പറഞ്ഞേക്കുക. ഇങ്ങനെ ചെയ്യുന്ന രക്ഷിതാക്കൾ ഈ കുട്ടിയോട് ദുൽമു ചെയ്യുന്നു, മുസ്ലിം ഉമ്മത്തിനോട് ദുൽമു ചെയ്യുന്നു. ഈ മതസ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്ന, ഇഖ്ലാസോടുകൂടി സ്വതക്ക ചെയ്യുന്ന പാവപ്പെട്ടവരെ കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യരുത്. ബുദ്ധിയുള്ള മകനെ വിടാൻ സന്മനസ്സുണ്ടെങ്കിൽ വിട്ടാൽ മതി, ഇല്ലെങ്കിൽ വിടണ്ട. അങ്ങനെ ഒരു സഹായമെങ്കിലും ഈ സ്ഥാപനങ്ങളോട് ചെയ്യണം എന്ന കാര്യം രക്ഷിതാക്കൾ മനസ്സിലാക്കണം. ഏതായാലും നല്ല ബുദ്ധിയുള്ള മക്കളാണെങ്കിലോ അവരുടെ മുമ്പിൽ ഉയർന്ന ലക്ഷ്യങ്ങളുണ്ടാവണം. അവർ ദീൻ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ ലക്ഷ്യം വേണം. വിശുദ്ധ ഖുർആൻ അത് ഒരു ഹർഫും വിട്ടുപോകാത്ത രീതിയിൽ
ഖുർആൻ തുറന്നു പോകാത്ത രീതിയിൽ. ഒരു ആലിമിന്റെ സീറയിൽ അടുത്ത കാലത്ത് മരണപ്പെട്ട ഒരു ആലിം, അദ്ദേഹം 40 വർഷം, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 40 വർഷം അദ്ദേഹം മുസ്ഹഫ് തുറന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അത്ര ശക്തമായ ഹിഫ്ള്, അത്ര ഉറച്ച ഹിഫ്ളായിരുന്നു ഖുർആൻ. അങ്ങനെയുള്ള ലക്ഷ്യമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റ് ഏത് കാര്യത്തിലായാലും, വായിക്കുന്ന കാര്യത്തിലായാലും പഠിക്കുന്ന കാര്യത്തിലൊക്കെ ഉയർന്ന ലക്ഷ്യമുണ്ടാകണം. അങ്ങനെയുള്ള ഉയർന്ന ലക്ഷ്യബോധത്തിന്റെ ഭാഗമാണ് പ്രായം എന്നുള്ളത്. എല്ലാം പഠിക്കാൻ ഒരു തടസ്സമല്ല എന്ന കാര്യം. നല്ല ബുദ്ധിയുണ്ടോ, പഠിച്ച് ദീനിനൊരു ഉപകാരം ചെയ്യാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ സ്വയം തോന്നുന്നുണ്ടോ, അങ്ങനെയുള്ള ആളുകൾ പഠിക്കണം, അവിടെ പ്രായം എത്രയായാലും. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും അദ്ദേഹത്തിന്റെ കിതാബുകൾ, എൽമിനോടുള്ള ഹുബ്ബ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. അള്ളാഹുവിനെ പരീക്ഷിച്ചിട്ടുണ്ട്. കാരണം കാണുന്ന എൽമൊക്കെ പഠിക്കണം എന്നുള്ള ആഗ്രഹം. അതാണെങ്കിൽ കുറയുന്നുമില്ല. എനിക്ക് 20 വയസ്സായപ്പോൾ എത്ര ആവേശമുണ്ടായിരുന്നോ അതേ ആവേശം ഇപ്പൊ 80 വയസ്സായിട്ടും എനിക്ക് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു പരീക്ഷണമായി മാറി. ഇങ്ങനെ എൽമിനോടുള്ള സ്നേഹം മൂത്ത് പല എൽമും പഠിക്കാൻ വേണ്ടി പല രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്ത്, ഈ യാത്രകൾക്കിടയിൽ ജീവിതത്തിൽ 2 പ്രാവശ്യം ഞാൻ മൂത്രം ഒഴിച്ചിട്ടുണ്ട്. മൂത്രത്തിന്റെ കൂടെ രക്തം വന്നിട്ടുണ്ട്. പലപ്പോഴും കയ്യിൽ ഉണങ്ങിയ ഒരു റൊട്ടിയാണ് ഉണ്ടാവുക. അത് പുഴയുടെ വക്കിൽ പോയിരുന്ന ആ പുഴയിലെ വെള്ളം കുടിക്കും, ഈ റൊട്ടി ആ വെള്ളത്തിൽ മുക്കി തിന്നും. അങ്ങനെ ഞാൻ കഴിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം 80 വയസ്സായതിനു ശേഷം 10 ഖിറാഅത്തുകൾ, ഖുർആന്റെ 10 ഖിറാഅത്തുകൾ പഠിക്കാൻ പോയി. അദ്ദേഹത്തിന്റെ മകന്റെ കൂടെ, മകൻ ചെറിയ പ്രായമാണ്, ആ മകന്റെ കൂടെ ഈ അൽമുൽ ഖിറാഅത്ത് പഠിക്കാൻ അദ്ദേഹം പോയി. അപ്പോൾ പ്രായം എന്നുള്ളത് ഒരു തടസ്സമല്ല. അത് ഉലുവുൽ ഹിമ്മ, ഉന്നതമായ ലക്ഷ്യമുള്ള ആളുകൾക്ക് ഒരു തടസ്സമല്ല. ചില സലഫുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും ഒരു ബൈത്ത്, ഫകുൻ റജുലൻ റിജ്ലുഹു ഫിസ്സറ വഹാമതു ഹിമ്മതിഹി ഫിസ്സുരയ്യ. നീ ഇങ്ങനെയുള്ള ഒരാളാവണം. എന്താണ് അയാളുടെ പ്രത്യേകത? അവന്റെ കാല് മണ്ണിലാണ്, പക്ഷെ അവന്റെ ഹിമ്മത്തിന്റെ തല ആകാശത്താണ്. അത് ഉയർന്ന ലക്ഷ്യബോധം ഉണ്ടാകണം. ഇത് നമ്മുടെ ദീനിന്റെ ഭാഗമാണ്. നിങ്ങൾ ഇസ്ലാമിലെ ഓരോ കാര്യങ്ങളും നോക്കുക. ഒരു മുസ്ലിമിനെ ഉലുവുൽ ഹിമ്മത്തുള്ള, ഉയർന്ന ലക്ഷ്യമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്ന രൂപത്തിലാണ് ശരീഅത്തിന്റെ നിയമങ്ങളൊക്കെയുമുള്ളത്. ഏതൊരു മേഖലയിലാണെങ്കിലും, അത് ഇബാദത്തുകളിലാകട്ടെ, മുആമലത്തുകളിലാകട്ടെ, ഏത് മേഖലയിലായാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതൊരു മേഖലയിലാണെങ്കിലും ഇബാദത്തിന്റെ കാര്യത്തിൽ ദുആ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? ഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹുൽ ഫിർദൗസ് ഫഇന്നഹു അഅലൽ ജന്ന. നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കണം. അത് സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് ഫിർദൗസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അമലുകളിൽ അങ്ങേയറ്റം ആവേശത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര സ്ഥലത്താണ് ഫസ്തബിഖുൽ ഖൈറാത്ത് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ തിരക്ക് കൂട്ടുക, പരസ്പരം മത്സരിക്കുക എന്നാണ് കൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ മുആമലത്തുകൾ പോലും, നിക്കാഹ്, ത്വലാഖ്, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പോലും ത്വലാഖിനെ കുറിച്ച് പറയുന്ന സമയത്ത്, ത്വലാഖ് ചെയ്താൽ പല അവസ്ഥകളുണ്ട്. അതിൽ ഒരവസ്ഥയെക്കുറിച്ച് പറയുന്ന സമയത്ത് വിവാഹം കഴിഞ്ഞ് ദുഖൂലായിട്ടില്ല, ഒന്നിച്ച് ജീവിച്ചിട്ടില്ല, അതിനു മുമ്പേ ത്വലാഖായി. അങ്ങനെയുള്ള സമയത്ത് ആ മഹർ കൊടുക്കേണ്ട ആവശ്യമില്ല. മഹറും എത്ര എന്ന് തീരുമാനിച്ചിട്ടുമില്ല, മഹർ എത്ര എന്ന് തീരുമാനിച്ചിട്ടുമില്ല, ഒന്നിച്ച് ചേർന്നിട്ടുമില്ല, അതിനു മുമ്പേ ത്വലാഖായി കഴിഞ്ഞാൽ മഹർ തീരുമാനിക്കാതെ തന്നെ നിക്കാഹ് സ്വഹിഹാവുമല്ലോ. അങ്ങനെ മഹർ തീരുമാനിക്കുന്നതിന് മുമ്പ് ത്വലാഖായാൽ ഒന്നും കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയുന്നു, വലാ തൻസൗൽ ഫദ്ല ബൈനക്കും. പക്ഷെ നിങ്ങൾ എന്ത് മറക്കരുത്? ഫദ്ല് മറക്കരുത്. ഫദ്ൽ എന്ന് പറഞ്ഞാൽ ഹക്ക് കഴിഞ്ഞിട്ടുള്ളതാണ്. ഫദ്ല് രണ്ടാൾക്കും അവകാശപ്പെട്ടതാണ് ഹക്ക് എന്ന് പറയുന്നത്. ഒരാളുടെ അവകാശം, അവന്റെ ഹക്ക്. ആ ഹക്ക് എത്രയാണ് എന്ന് ചർച്ച ചെയ്യുന്നതിന് പുറമെ അതിനുപരിയായി നിങ്ങൾ എന്ത് ചെയ്യണം? ഫദ്ലുള്ളവരാകാൻ ശ്രമിക്കണം. എനിക്ക് അവകാശപ്പെട്ടതല്ല, എന്നാലും പിടിച്ചോ. അല്ലെങ്കിൽ എനിക്ക് അവകാശപ്പെട്ടതാണ് ഈ പണം പെണ്ണിന്റെ ഭാഗത്ത്, എന്നാലും എനിക്ക് വേണ്ട. ഇങ്ങനെ പരസ്പരം ഫദ്ല് കാണിക്കാൻ നിങ്ങൾ മറന്നു പോകരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും, ദുആ ചെയ്യുന്നിടത്താണെങ്കിലും, നമസ്കരിക്കുന്നിടത്താണെങ്കിലും, അതുപോലെ തന്നെ മുആമലത്തിലാണെങ്കിലും, കച്ചവടത്തിന്റെ കാര്യത്തിലാണെങ്കിലും. കച്ചവടത്തിന്റെ കാര്യത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബയ്യാനി ഫിൽ ഖിയാർ. രണ്ടാളുകൾ തമ്മിൽ ഇടപാട് നടത്തുന്ന സമയത്ത് വൈദാ സദഖ വബയ്യന, ഈ കച്ചവട ചരക്കിനെ കുറിച്ച് അവർ പരസ്പരം സത്യസന്ധത കാണിച്ചാൽ, ഞാനൊരു സാധനം വിൽക്കുകയാണ്, ഇതിന് ഇന്ന കുഴപ്പങ്ങളുണ്ട് എന്ന് ഞാൻ സത്യസന്ധത കാണിച്ചു. വബയ്യന, വിശദീകരിച്ചു പറഞ്ഞു. വിശദീകരിക്കൽ നിർബന്ധമില്ല, അനിവാര്യമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അതിനു പുറമെ വിശദമായിട്ടൊരാൾ പറഞ്ഞാൽ ബൂരിക ലഹുമാ ഫി ബൈഇഹിമ, അല്ലാഹു അവരുടെ ഇടപാടിൽ ബർക്കത്ത് ചെയ്യും. ഇങ്ങനെ ഒരു മുഅ്മിനെ നല്ല ഹിമ്മത്തുള്ള, ഉയർന്ന ലക്ഷ്യമുള്ള ഒരാളാക്കി വളർത്തിയെടുക്കുന്നതാണ് ദീനുൽ ഇസ്ലാം. അതിൽപ്പെട്ടതാണ് ത്വലബുൽ ഇൽം. സ്വഹാബത്ത് അവർ മാസങ്ങളോളം ഒരു ഹദീസിന് വേണ്ടി യാത്ര ചെയ്തിരുന്നു. എന്തിനു വേണ്ടിയാണ്? ഒരു സ്വഹാബിക്ക് അറിയുന്ന ഹദീസാണ്,
ഒരു സഹാബിക്ക് കേട്ടിട്ടുള്ള ഹദീസാണ്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് കേട്ട ആളടുത്ത് നിന്നല്ല കേട്ടിട്ടുള്ളത്, നേരിട്ടല്ല കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നേരിട്ട് കേട്ട ആളിൽ നിന്നല്ല കേട്ടിട്ടുള്ളത്. അത് ഒന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി 1 മാസം യാത്ര ചെയ്ത സഹാബത്തുണ്ട്. ഇതൊക്കെ അവരുടെ ഉലുവുൽ ഹിമ്മത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെയുള്ളവനായിരിക്കണം ഒരു ത്വാലിബുൽ ഇൽം. അതുപോലെ തന്നെ അവസാനമായി ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ സമയത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. സമയം നമ്മൾ പാഴാക്കരുത്. നമ്മുടെ സമയം എന്നുള്ളത് നമ്മുടെ ആയുസാണ്. അള്ളാഹു തആല നമുക്ക് 60 വയസ്സ് മുതൽ 70 വയസ്സ് വരെ മാക്സിമം ഈ ഉമ്മത്തിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അപൂർവം ആളുകളാണ് അതിനപ്പുറത്തേക്ക് പോവുക. ഈ സമയം എന്നുള്ളത് നമ്മുടെ ശരീരം പോലെയാണ്. നമ്മൾ ഒരു ദിവസം പാഴാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു കഷ്ണം നമ്മൾ മുറിച്ചു കളഞ്ഞതുപോലെയാണ്. അത് മുറിച്ച് അവസാനം നമ്മുടെ ശരീരം മുഴുവൻ തീരും. അതുപോലെ നമ്മുടെ ദിവസങ്ങൾ കൂടിച്ചേർന്ന് നമ്മുടെ ആയുസ് തീരും. ഈ സമയമാണ് ഇൽമ പഠിക്കാനുള്ള നമ്മുടെ ആയുധം. ഈ സമയമാണ് എല്ലാ ഫളും എല്ലാ മഹത്വവും നേടാനുള്ള നമ്മുടെ മൂലധനം. ഇബാദത്ത് ചെയ്യാനുള്ള അതിനുള്ള വേദി ഈ സമയമാണ്. ഇത് നഷ്ടപ്പെടുത്തിയാൽ നമ്മൾ നമ്മുടെ സ്വന്തം നഫ്സിനെയാണ് പാഴാക്കുന്നത്. അതുകൊണ്ട് ഒരു ത്വാലിബുൽ ഇൽം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവന്റെ സമയമാണ്. ഏറ്റവും കൂടുതൽ പിശുക്ക് കാണിക്കേണ്ടത്. ഉലമാക്കൾ പറയുന്നത് കാണാൻ സാധിക്കും, പിശുക്കന്മാർ, ദുനിയാവിന്റെ ആളുകൾ അവരുടെ സമ്പത്ത് എങ്ങനെ പിശുക്ക് കാണിക്കുന്നുവോ അതുപോലെ നിങ്ങളുടെ സമയം ഒരു ത്വാലിബുൽ ഇൽം പിശുക്ക് കാണിക്കണം. ഒരു റിയാലിന് അല്ലെങ്കിൽ ഒരു ദീനാറിന് ഏതാണോ നാണയം, ഒരു നാണയത്തിന് വിലയില്ലാത്തവന് ഒരിക്കലും ഒരു കച്ചവടക്കാരനാവുകയില്ല. അതുപോലെ ഒരു നിമിഷത്തിന് വിലയില്ലാത്തവൻ ഒരിക്കലും ഒരു ത്വാലിബുൽ ഇൽം ആവുകയില്ല എന്ന് പല ആളുകളും പറഞ്ഞ ഹുക്കമാക്കൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സലഫുകളുടെ വാക്കുകൾ ഈ വിഷയത്തിൽ എത്രയോ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവധി എത്തിക്കഴിഞ്ഞാൽ അവൻ ഒരൽപ്പം പോലും നമുക്ക് നീട്ടിത്തരികയില്ല. ഖുല്ലകും മിആദു യൗമിൻ, നിങ്ങൾക്കൊരു ദിവസമുണ്ട്. ലാ തസ്തഖിറൂന അൻഹു സഅതൻ വലാ തസ്തഖദിമൂൻ, നിങ്ങൾ അതിന്റെ ഒരൽപ്പം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുകയില്ല. ഒരു ത്വാലിബുൽ ഇൽം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അറിയപ്പെട്ട ഒരു ആലിമാണ് ഷെയ്ഖ് അബ്ദുൽ അൽ ഖുദയ്യാൻ റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞതായി വായിക്കാൻ സാധിക്കും, അദ്ദേഹത്തിന്റെ തർജമയിൽ കാണാൻ സാധിക്കും. ഒരു ദിവസം 13 മണിക്കൂർ വായിക്കാത്ത ഒരാൾ ത്വാലിബുൽ ഇൽം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ ത്വാലിബുൽ ഇൽമാണ് എന്ന് പറയുന്നതിൽ കഴമ്പില്ല. അപ്പൊ ഇങ്ങനെയായിരുന്നു അവരൊക്കെ. ഇങ്ങനെയൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന, നമ്മൾ ബഹുമാനിക്കുന്ന ഈ സ്ഥാനത്തേക്ക് അവരെത്തിയത്. ആ സ്ഥാനം ദുനിയാവിലും ആഖിറത്തിലും ആഗ്രഹിക്കുന്നവർ അവർ ചെയ്തതുപോലെയുള്ള അധ്വാനത്തിനും തയ്യാറാകണം. അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇജ്തിഹാദോടുകൂടി, അധ്വാനത്തോടുകൂടി, ഇഖ്ലാസോടുകൂടി ത്വലബുൽ ഇൽം നടത്താനും അവനെക്കുറിച്ചും അവന്റെ ദീനിനെ കുറിച്ചും ശരിയായ ഇൽമ് സ്വന്തമാക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായ തെളിവാക്കി മാറ്റുമാറാകട്ടെ. നമ്മുടെ ഇൽമ് അല്ലാഹു തആല നമുക്കെതിരായി ഒരു ഹുജ്ജത്താക്കി മാറ്റാതെ നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.